السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت ലൗ കാനൂ യഅലമൂൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സലഫി ആദർശത്തിൻ്റെ മുന്നണി പോരാളികളും പിന്നണി പ്രവർത്തകരുമായ ആദർശ ബന്ധുക്കളെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ള നാട്ടുകാരെ, ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ യാഗമാനം താളക്രമം തെറ്റാതെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ സട്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന പ്രവാചകന്റെ ഓരോ പ്രസംഗത്തിലുമുള്ള വസിയ്യത്ത് ഞാനിവിടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദ് അജയ്യമാണ് എന്ന ബാനറിൽ നാം ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച പശ്ചാത്തലം എന്താണെന്ന് ഇവിടെ കൂടിയ ആളുകൾക്കെല്ലാം, മിക്കവാറും ആളുകൾക്ക് അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ തിരുസുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാലം അത്രയും മുസ്ലിം ലോകം അംഗീകരിച്ചു പോന്ന തൗഹീദിനെ ഇളക്കി പ്രതിഷ്ഠിക്കുകയും അതിൽ അഹ്ലുസുന്നത്തിന് പരിചയമില്ലാത്ത ഷിയായിസവുമായി ബന്ധമുള്ള ശിർക്കൻ ആശയങ്ങൾ തൗഹീദായി അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിന് നാനാഭാഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഖുബൂരി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലും ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പതിറ്റാണ്ടുകളായി ഇവിടെ പ്രവർത്തിക്കുകയാണ്. അവർ തൗഹീദ് അചഞ്ചലമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ക്യാമ്പയിനുമായി ഇറങ്ങിയത് എന്തൊരുദ്ദേശത്തിലാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യേണ്ടതുണ്ട്. തൗഹീദ് അചഞ്ചലമാണെന്ന് പ്രഖ്യാപിക്കാൻ ഖുബൂരികൾക്ക് എന്ത് അവകാശമുണ്ട്, അർഹതയുണ്ട് എന്ന് സാധാരണ ആളുകൾ പോലും ചോദിക്കുന്നുണ്ട്. തനിച്ച ശിർക്ക് അതിനുവേണ്ടി വാദിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അത് തൗഹീദാണെന്ന് തലതിരിച്ച് അവതരിപ്പിക്കുമ്പോൾ അതിലുള്ള നിരർത്ഥകത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് മുവഹിദുകളായ നമ്മുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സലഫി പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും അതിശീഘ്രം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് കൂടുതൽ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നാം കേൾക്കുന്നത്. ഒരു വശത്ത് സലഫി പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ കൂടുതൽ ജനകീയമാകുമ്പോൾ, മറുവശത്ത് സലഫി പ്രസ്ഥാനത്തെ എതിർക്കുവാനും നശിപ്പിക്കുവാനുമുള്ള ഗൂഢാലോചനകളും എതിരാളികളുടെ ഐക്യപ്പെടലുകളും മറുവശത്ത് നാം കേൾക്കുന്നു. പുറത്തുനിന്ന് തകർക്കാൻ കഴിയില്ല ഈ പ്രസ്ഥാനത്തെ, ഈ ആദർശത്തെ എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ പ്രസ്ഥാനത്തിനകത്ത് ചാരന്മാരെ തിരികെ കയറ്റി പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനും ചാരപ്പണികളിലൂടെ ദുർബലപ്പെടുത്തുവാനുമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ 9 പതിറ്റാണ്ട് പിന്നിട്ട സലഫി പ്രസ്ഥാനത്തിൽ
ചാരപ്പണികളുമായി ചില ആളുകൾ കയറി വരികയും സലഫി പ്രസ്ഥാനം നേടിയെടുത്ത വളർച്ചയും ദഅവത്ത് രംഗത്തുണ്ടാക്കിയ മുന്നേറ്റവും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് നാം പല വേദികളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2002 ശേഷം മടവൂർ വിഭാഗം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയി വേറെ സംഘടനയും സംരംഭങ്ങളുമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ 10 വർഷം ഈ പ്രസ്ഥാനം ഒരുപാട് വളർന്നു. 2 സമ്മേളനങ്ങൾ, 2 സാൽവേഷനുകൾ, അതുപോലെ തന്നെ നമ്മുടെ പോഷക ഘടകങ്ങളുടെ പേരിലുള്ള KNM-ന്റെ പേരിലുള്ള നിരവധി ക്യാമ്പയിനുകൾ, ഇതെല്ലാം ഗ്രാമാന്തരങ്ങളെയും നഗരങ്ങളെയും വിളക്കി മറിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഉണർത്തിക്കൊണ്ട് സലഫി ദഅവത്ത് വീണ്ടും ജനകീയമാക്കി. ജിന്നും സിഹറും പറഞ്ഞ് KNM അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പ്രൊപ്പഗണ്ട ഇറക്കി ഈ ദഅവത്തിനെ മുരടിപ്പിക്കുവാനും തടഞ്ഞു നിർത്തുവാനും ശ്രമിച്ച മടവൂരികളുടെ കുപ്രചരണങ്ങൾ ക്ലച്ച് പിടിക്കാതെ പോയി എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് 2010 ആയപ്പോഴേക്കും ചില ചാരന്മാരെ ഉപയോഗപ്പെടുത്തി അങ്ങാടിയിൽ തോറ്റ മടവൂരികൾ പകരം വീട്ടാൻ നോക്കിയത്. അവർ കട്ടുമുറിച്ച ക്ലിപ്പുകൾ കൊണ്ട് CD ഉണ്ടാക്കി, ഡോക്യുമെന്ററി ഉണ്ടാക്കി ഒരുപാട് കാലം പ്രചരിപ്പിച്ചു നോക്കി. ആരും അത് ഏറ്റെടുത്തില്ല. KNM-ന് പുറത്തുനിന്നുള്ള ഒരാൾ അത് ചെയ്താൽ അതിന് ഫലം കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയ മടവൂരികൾ ഉള്ളിലൊരു ചാരനെ കണ്ടെത്തി. അവനാണ് KKP അബ്ദുള്ള. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ യൂണിറ്റിലുള്ളവരൊക്കെ KNM-ന്റെ കൂടെ നിന്നപ്പോൾ തനിക്ക് മാത്രം മടവൂരിയാകാൻ വയ്യല്ലോ എന്ന നിലക്ക് നമ്മുടെ കൂടെ നിൽക്കുകയും അങ്ങനെ മടവൂരിസത്തിന്റെ ചാരനായി ഈ പ്രസ്ഥാനത്തിനകത്ത് നുഴഞ്ഞു കയറി യൂണിറ്റിലും മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാന KNM കൗൺസിലിൽ വരെ അവന്റെ CD വിതരണം ചെയ്യാൻ പയ്യന്നൂരിലെ ഒരു സംസ്ഥാന കൗൺസിലർ KNM-കാരൻ തയ്യാറായി. നമ്മുടെ 40ഓളം പണ്ഡിതന്മാരെ ഈ കട്ടുമുറിച്ച ക്ലിപ്പുകളുള്ള CD കേൾപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മോശമായൊരു പ്രതിച്ഛായ അവരുടെ മനസ്സിലുണ്ടാക്കുവാനും ഈ ചാരന് സാധിച്ചു. അതിനൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫി എന്ന സംസ്ഥാന നേതാവായിരുന്നുവെന്ന് കേരളത്തിലെ മുജാഹിദുകളോട് വിളിച്ചു പറഞ്ഞത് KKP അബ്ദുള്ള തന്നെയാണ്. നമുക്കറിയാം, അവസാനം കുമ്പസരിച്ചതും ഇപ്പോൾ മടവൂരി പാളയത്തിൽ പോയി 2 ആഴ്ച മുമ്പ് ഇക്കഴിഞ്ഞ 7-ാം തീയതി KKP പ്രസംഗിച്ചതും ഷബാബിൽ വാർത്ത വന്നതും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അങ്ങനെ ചാരപ്പണികളിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ഒരു വശത്ത് ഉള്ളിലൂടെ ശ്രമിക്കുകയും മറുവശത്ത് KJU-വിന്റെ ബാനർ ഉപയോഗിച്ച് ഈ CD-യിൽ പറഞ്ഞ ആശയം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിച്ച് KNM ഇലക്ഷനിൽ അത് വോട്ടാക്കി മാറ്റുകയും ചെയ്തു. 2011 ഓഗസ്റ്റിലാണ് കഴിഞ്ഞ KNM ഇലക്ഷന്റെ വിജ്ഞാപനം പുറത്തു വരുന്നത്. പക്ഷെ അതിന് 2 മാസം മുമ്പ് തന്നെ കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ പേരിലുള്ള ആദർശ വിശദീകരണങ്ങൾ ജില്ലകൾ തോറും പല കേന്ദ്രങ്ങളിലായി നടത്തി. ചില ജില്ലകളിലൊക്കെ 3-4 കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തി. എന്തിനായിരുന്നു അത്? എന്താണ് 9 പതിറ്റാണ്ട് പിന്നിട്ട കേരള ജംഇയ്യത്തുൽ-ഉലമക്ക് പുതിയതായ ഒരു ആദർശം വിശദീകരിക്കാൻ? ജിന്നും സിഹറും പറഞ്ഞ് മടവൂരികൾ കഴിഞ്ഞ 10 കൊല്ലമായി ഉണ്ടാക്കിയ പുകമറകൾ ഇവിടെ നിലനിൽക്കെ അന്നൊന്നുമില്ലാത്തൊരു പുതിയ വിശദീകരണം എന്തിനായിരുന്നു? കേട്ടവർക്കൊക്കെ അറിയാം, അതൊരു ഇലക്ഷൻ പ്രചരണമായിരുന്നു. മുജാഹിദുകളിൽ 2 ചേരിയുണ്ടിപ്പോൾ. ഒരു ചേരി ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും ജിന്നിനോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരുമാണ്. മറുചേരിയാകട്ടെ സംഘടനയുടെ പഴയ തൗഹീദ് മുറുകെ പിടിക്കുന്നവരുമാണ്. ഇങ്ങനെ കുപ്രചരണങ്ങളിലൂടെ മുജാഹിദുകളെ ചേരി തിരിച്ച് KNM ഇലക്ഷനിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ 1 കൊല്ലം 1.5 കൊല്ലമായി നടന്നത്. അതിന് അനുകൂലമാക്കാൻ വേണ്ടിയാണ് 2011 നവംബറിലും ഡിസംബറിലും യാ ഇബാദല്ലാഹ് ഐനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ദൗറ സംഘടിപ്പിക്കുകയും പിന്നീട് 2012 ഫെബ്രുവരിയിൽ ജംഇയ്യത്തുൽ-ഉലമയുടെ പേരിൽ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തത്. KNM തന്റെ കയ്യിലാണെന്നും
KJU താൻ പറയുന്നിടത്ത് നിൽക്കുമെന്നും തൻ്റെ ഏകാധിപത്യം നടക്കുമെന്നും മനസ്സിലാക്കിയ അബ്ദുറഹ്മാൻ സലഫി താൻ ഈ സംഘടനയെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, അന്ധവിശ്വാസത്തിലേക്ക് വഴുതിപ്പോകുന്ന പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയ ആളാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. ഒരു സമ്മേളനം പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി നാടും നഗരവും ദഅവത്ത് കൊണ്ട് നിറഞ്ഞു നിൽക്കേണ്ട സമയത്ത് പോലും ഈ പുതിയ ആദർശ വിശദീകരണവുമായിട്ട് ഈ കോക്കസ് മുന്നോട്ട് പോവുകയാണ്. റമദാൻ കഴിഞ്ഞാലെങ്കിലും അതിന് മാറ്റമുണ്ടാകുമെന്ന് കരുതി അതുണ്ടായില്ല. വീണ്ടും മുഖാമുഖ നാടകങ്ങളും മുശ്രിക്കാക്കൽ സമ്മേളനങ്ങളുമായി മുന്നോട്ട് പോയി. സ്വാഭാവികമായും ഇനിയും സഹിച്ചും ക്ഷമിച്ചും നിന്നാൽ നമുക്ക് ഈ പ്രസ്ഥാനവുമായി ഇനി ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ പ്രവർത്തകർ, ആദർശത്തിന് പോറലേൽക്കരുതെന്ന് കരുതി പ്രതികരിക്കാതിരുന്ന പ്രവർത്തകർ അവസാനം മറുപടി പറയാൻ തുടങ്ങി. ഈയുള്ളവൻ ഈ ചാരപ്പണികളുടെ ഒരു ബലിയാടായി പുറത്തു പോകേണ്ടി വന്നപ്പോൾ പലപ്പോഴും കഴിഞ്ഞ 6 മാസമായി എന്നെ ക്ഷണിച്ചിട്ടും ഞാൻ പോയില്ല. പക്ഷെ റമദാൻ കഴിഞ്ഞ് വീണ്ടും പുറത്താക്കി എന്നെ ശിർക്കാരോപിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ഉൾക്കൊള്ളുന്ന ആദർശം ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അവരൊക്കെ ശിർക്കിലേക്ക് പോയി എന്ന പ്രൊപ്പഗണ്ട ഇറക്കി പത്രങ്ങളിലൂടെയും യോഗങ്ങളിലൂടെയും ആവർത്തിച്ച് മുജാഹിദുകളെ ചേരിതിരിക്കുക മാത്രമല്ല, ഒരു ചേരി ശിർക്കിലാണെന്ന് പച്ചയായി നേതാക്കൾ തന്നെ തുറന്നു പറയുന്ന അവസ്ഥയുണ്ടായി. ഇത്തരമൊരു ഘട്ടത്തിലാണ് ജില്ലകൾ തോറും നാം വിശദീകരണങ്ങൾ വെക്കാൻ തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹ്, പത്തനംതിട്ടയും കോട്ടയം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് വിശദീകരണം വെക്കാൻ സാധിച്ചു. മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ 2-3 സ്ഥലങ്ങളിൽ നമ്മൾ വിശദീകരണങ്ങൾ വെക്കുകയുണ്ടായി. കഴിഞ്ഞ 1.5 മാസത്തോളമായി തുടർന്നു വരുന്ന ഈ വിശദീകരണ യോഗങ്ങളിലൂടെ യഥാർത്ഥ ആദർശവാദികൾ ആരാണെന്നും സംഘടനയെ ഛിദ്രതയിലേക്കും പ്രതിസന്ധിയിലേക്കും നയിച്ച കോക്കസ് ആരാണെന്നും മുജാഹിദുകളും അല്ലാത്തവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ സംഘടനയും സംവിധാനങ്ങളും സ്ഥാപനങ്ങളും പള്ളികളുമൊക്കെ കൈയടക്കി വെച്ച ഈ കോക്കസിൽ നിന്നും പ്രസ്ഥാനത്തെ രക്ഷിക്കാനുള്ളൊരു പോരാട്ടത്തിലാണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മളുള്ളത്. ഈ സന്ദർഭം മുതലെടുത്തുകൊണ്ട് ഖുബൂരിയാശയങ്ങൾ ചുളിവിൽ പ്രചരിപ്പിക്കാനുള്ള കാമ്പയിനുമായിട്ടാണ് 2 ഖുബൂരി കൂട്ടങ്ങളും ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. എതിരാളികളെല്ലാം ഉറ്റുനോക്കുന്നത് ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്കെന്ത് കിട്ടും എന്നാണ്. അങ്ങനെയാണല്ലോ ഓരോ സംഘടനക്കാരും ചിന്തിക്കുക. തങ്ങളുടെ അണികളെ പിടിച്ചു നിർത്താനും അതോടൊപ്പം മുജാഹിദുകളിലേക്കുള്ള ഒഴുക്ക് തടയാനും മുജാഹിദ് ആശയം തകർന്നു കഴിഞ്ഞു എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമത്തിലാണ് എതിരാളികളൊക്കെയും. അവർ പരസ്പരം കൈകോർത്ത് കൈമൈ മറന്ന് സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലാദ്യം എടുത്തു പറയേണ്ടത് മടവൂരികളെ തന്നെയാണ്. അവർ അവരുടെ ദൗത്യം വിജയിച്ച സന്തോഷത്തിലും ചത്തുകിടന്ന മടവൂരിസത്തിന് ജീവൻ കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിലുമാണ്. ആരാ ജീവൻ കൊടുത്തത്? നമ്മളെ നേതാക്കന്മാർ തന്നെ. KJUവിന്റെ പേരിൽ നടന്ന ആദർശ വിശദീകരണങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ സംഘടന പിളരും, സക്കരിയയും കൂട്ടരും പുറത്തു പോകേണ്ടി വരുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. വാസ്തവത്തിൽ അവരുടെ കണക്കുകൂട്ടലനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഒരു വശത്ത് നിലനിൽപ്പ് തേടുന്ന മടവൂരികളും മറുവശത്ത് മുടിപ്രശ്നത്തിൽ മുങ്ങിപ്പോയ കാന്തപുരം സുന്നി, അവരാണ് ഇപ്പോൾ നമുക്കെതിരിലുള്ള മറ്റൊരു പ്രചണ്ഡവുമായി ഇറങ്ങിയിട്ടുള്ളത്. ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരിയുന്ന EK സുന്നിയും രാഷ്ട്രീയ രംഗപ്രവേശം കൊണ്ട് ഉദ്ദേശിച്ചതൊന്നും നേടാൻ കഴിയാതെ നിരാശപ്പെട്ട് തളർന്നു കിടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പും പ്രതിസന്ധിയും മുതലെടുക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. സർവശക്തിയും സംഭരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്ന് ഇകഴ്ത്തി കാണിക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച തൗഹീദ് തകർന്നു കഴിഞ്ഞു, ഇനി അവർക്ക് ഈ നാട്ടിൽ നിലനിൽക്കാൻ അവകാശമില്ല. ഖുബൂരിക്കൂട്ടങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ക്യാമ്പയിൻ കഴിയുമ്പോഴേക്കും ഒരൊറ്റ വഹാബിയും കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെയാണ് അവർ അണികളെ ധരിപ്പിച്ചു വെക്കുന്നത്. സ്വന്തം അണികൾക്ക് ഹരം പകർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തകർത്ത സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന ഖുബൂരികളുടെ അജണ്ട വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത്.
ഖുബൂരികളോടും എതിരാളികളോടും ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാനുള്ളത്, ഞങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലെടുത്ത് സലഫി പ്രസ്ഥാനത്തെയും ഈ മഹത്തായ ആദർശത്തെയും തകർക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ ആദർശത്തെ തൊട്ടു കളിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. അതിനുള്ള ആദർശപരമായ അടിത്തറയോ പ്രാമാണികമായ പിൻബലമോ ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾക്കില്ല എന്നത് കഴിഞ്ഞ 9 പതിറ്റാണ്ട് ഞങ്ങൾ തെളിയിച്ചതാണ്. ആ കാര്യം ഒരിക്കൽ കൂടി ഉറക്കെ പറയാനാണ് ഞങ്ങൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ആഭ്യന്തര ശുദ്ധീകരണവും മറുവശത്ത് ഇടതടവില്ലാതെ നടക്കുന്ന ദഅവത്തും, ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ശ്രമിക്കും എന്ന് എതിരാളികളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമുദായത്തിലെ എല്ലാ ഭിന്നിപ്പിലും പ്രാഥമികമായ ചർച്ചയിൽ തന്നെ എടുത്തു നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് നമുക്ക് മനസ്സിലാകും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഹദീസ് നിഷേധത്തിന്റെ പേരിൽ സംഘം ഒരു കൊല്ലത്തേക്ക് പുറത്താക്കി അബ്ദുറഹ്മാൻ ഇരുവേറ്റി. അയാൾക്ക് പത്രങ്ങളിൽ 5-6 കോളം അനുവദിച്ച് പ്രസ്ഥാനത്തെ ചീത്ത പറയാൻ അവരെ പത്രം അവർ ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ അമ്പലക്കടവ് പൈസ ലേഖനത്തിന് കോളങ്ങൾ അനുവദിച്ചു. പിന്നെ കുറിപ്പുകൾ എന്ന പേരിൽ വിവിധ പേരുകളിൽ ഈ പ്രസ്ഥാനത്തെ ഇകഴ്ത്തുന്ന ഒരുപാട് ലേഖനങ്ങൾ. എന്തിനാണിതൊക്കെ? ഈ ഭിന്നിപ്പിൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ. മതസംഘടനയുമല്ല രാഷ്ട്രീയ സംഘടനയുമല്ലാത്ത നപുംസകമായി മാറിയ ജമാഅത്തെ ഇസ്ലാമി അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കളിക്കുന്ന കളികളിൽ ഒന്നു മാത്രമാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് അജയ്യമാണ് എന്നത് വെറും വാക്കല്ല. ലോകത്ത് എവിടെയൊക്കെ നബിമാര് വന്നിട്ടുണ്ടോ, ഏത് കാലഘട്ടങ്ങളിലൊക്കെ നബിമാരുടെ ദഅവത്ത് നടന്നിട്ടുണ്ടോ, അവിടെയൊക്കെ നബിമാരുടെ പ്രബോധനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി അവർ സ്വീകരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദായിരുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. നാം എല്ലാ സമുദായങ്ങളിലേക്കും ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുക, പൈശാചിക ശക്തികളെ പാടവടിയുക എന്ന സന്ദേശവുമായി. ഈ ആശയം വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയായിൽ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല, ഞാനല്ലാതെ ഇലാഹില്ല, അതിനാൽ എന്നെ ആരാധിക്കണമെന്ന സന്ദേശം നൽകാതെ ഒരൊറ്റ നബിയെയും ഒരു നാട്ടിലേക്കും നാം അയച്ചിട്ടില്ലെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് സലഫി പ്രസ്ഥാനം എക്കാലത്തും മാതൃകയാക്കിയിട്ടുള്ളത്. ഈ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച 1-ാം തീയതി മുതൽ തൗഹീദിനെ കേന്ദ്ര ബിന്ദുവാക്കി വെച്ചുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിച്ചത്. വിശ്വാസപരമായ സംസ്കരണത്തിനും അന്ധവിശ്വാസങ്ങൾക്കെതിരായ ബോധവൽക്കരണത്തിനുമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദഅവത്തിൽ വലിയൊരു വിഭാഗവും നീക്കിവെച്ചത്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. മുജാഹിദ് പ്രവർത്തകർ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഈ തൗഹീദിന്റെ ദഅവത്തിൽ നിന്ന് കടുകട പിന്നോട്ട് പോകാൻ നാം അനുവദിച്ചുകൂടാ. ജാറപൂജയും തജ്ജന്യമായ അന്ധവിശ്വാസങ്ങളും ശിർക്കൻ വാദഗതികളും ആയത്തും ഹദീസും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ അരക്കിട്ടുറപ്പിക്കാൻ സർവ്വ ഖുബൂരി സംഘങ്ങളും തരീഖത്ത് പ്രസ്ഥാനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യത്തിന്റെ പ്രാധാന്യം, നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് എന്ന് മുജാഹിദ് പ്രവർത്തകർ മറന്നു പോകരുത്. നമ്മുടെ ഉള്ളിലുള്ള ശുദ്ധീകരണത്തോടൊപ്പം തന്നെ ഈ ശിർക്ക് വിദഅത്തുകൾക്കെതിരെയുള്ള പോരാട്ടം അത് നാം ഇനിയും ശക്തിയോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ ആരോപണങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടി വന്നത്. ഈ പ്രസ്ഥാനം ഒലിച്ചു പോകുമാറുള്ള ആരോപണങ്ങളുടെ പെരുമഴ തന്നെ എതിരാളികൾ ഉയർത്തിവിട്ടു. ആരോപണങ്ങളുടെ പെരുക്കം കൊണ്ട് സാധാരണക്കാർ ഈ പ്രസ്ഥാനത്തെ വെറുക്കണം, സാധാരണക്കാർ ഈ പ്രസ്ഥാനം അകന്നു പോകണമെന്നാണ് എതിരാളികൾ എന്നും കണക്ക് കൂട്ടിയത്. പക്ഷേ ഈ ജനാധിപത്യ രാജ്യത്ത് ആദർശ പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കാത്തിരിക്കാതെ ആളുകളിലേക്ക് അങ്ങോട്ടിറക്കിച്ചെന്ന് നമ്മൾ വസ്തുതകൾ വിശദീകരിച്ചു. എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്?
പറയുന്ന ആരോപണങ്ങൾ സത്യമാണോ? ഔലിയാക്കളെ കുറ്റം പറയുന്നവരാണ്, അമ്പിയാക്കളെ ബഹുമാനിക്കാത്തവരാണ്, മുഅ്ജിസത്തിനെ നിഷേധിച്ചവരാണ്, ഇമാമീങ്ങളെ തള്ളിപ്പറഞ്ഞവരാണ്. അന്ന് തുടങ്ങി എന്തെല്ലാം ആരോപണങ്ങൾ. മുത്തനബിയെ സാധാരണക്കാരനാക്കിയവരാണിവർ. അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് വാദിച്ചവരാണിവർ. പടച്ചവൻ അവയവങ്ങൾ സങ്കല്പിക്കുന്ന മുജസ്സിമവാദമുള്ളവരാണിവർ. ഇവർ ഖവാരിജികളാണ്. ഇവർ റാഫിളത്തിനെ പോലെ അള്ളാഹ് അവയവമുണ്ടെന്ന് വാദിക്കുന്നവരാണ് എന്ന് തുടങ്ങി അഹ്ലുസുന്നത്ത് പഴച്ചുപോയ എല്ലാ കക്ഷികളുമായും കൂട്ടിക്കെട്ടി ഈ പ്രസ്ഥാനത്തെ ബൽസിക്കുവാനും തെറി വിളിക്കുവാനും ഇവിടെ എത്രയോ മുസ്ലിയാക്കന്മാർ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി മാത്രം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാദവിവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ ഇസ്ലാഹി പ്രസ്ഥാനം ഒലിച്ചു പോയിട്ടില്ല. ആളുകൾക്കിടയിൽ പുകമറകൾ സൃഷ്ടിക്കുവാനും സോപ്പ് കുമിളുകൾ പോലുള്ള താൽക്കാലികമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കാനുമല്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ എതിരാളികൾക്ക് സ്ഥായിയായ ഒരു വിഷയം ജനങ്ങളുടെ മുമ്പിൽ നിർത്തി ഈ പ്രസ്ഥാനത്തെ എതിർക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം ആരെങ്കിലും യോഗം കൂടി എഴുതി തയ്യാറാക്കിയതല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സലഫ് സാലിഹുകൾ മനസ്സിലാക്കിയ ദീനേതോ അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം. അത് കൂട്ടാതെ കുറക്കാതെ ഭേദഗതി വരുത്താതെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. 1400 കൊല്ലം മുമ്പ് റസൂലും സഹാബത്തും ജീവിച്ചു മാതൃക കാണിച്ച ഇസ്ലാം ഏതോ ആ ഇസ്ലാം ഈ നാട്ടിലും ഏതു നാട്ടിലും നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് ആരോപണങ്ങൾ നമുക്ക് പുത്തരിയല്ല, വിമർശനങ്ങൾ നമുക്ക് പുത്തരിയല്ല. ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ട് പ്രവർത്തകർ ഒരിക്കലും തന്നെ മനം മടുത്ത് ദഅവത്ത് രംഗത്ത് മാറി നിന്ന് ഇതൊക്കെയാണെങ്കിൽ എന്തിനു നമ്മൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഒരിക്കലും തന്നെ പിന്നോട്ട് പോകരുത്. നമ്മളെ ദഅവത്ത് രംഗത്ത് പിൻവലിപ്പിക്കാൻ, തൗഹീദ് രംഗത്ത് നമ്മളെ പിന്മാറ്റുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിനെതിരിൽ നാം ജനങ്ങളെ ബോധവൽക്കരിച്ചപ്പോൾ, പിശാചിന്റെ കുതന്ത്രങ്ങളെ കുറിച്ച് ജനങ്ങളെ നാം പഠിപ്പിച്ചപ്പോൾ നിരാശനായ പിശാച് നമ്മൾക്കെതിരിൽ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ദഅവത്തിനെ മുരടിപ്പിക്കാനും നമ്മളെ ഭിന്നിപ്പിക്കാനും അവൻ ശ്രമിക്കുകയാണ്. ഈ പരീക്ഷണത്തിൽ നാം വിജയം വരിക്കേണ്ടതുണ്ട്. ഈ പരീക്ഷണത്തെ നാം മറികടക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം? ഓരോ മുജാഹിദ് പ്രവർത്തകനും ഉറച്ച തീരുമാനമെടുക്കണം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി, ഈ തൗഹീദിന്റെ ദഅവത്ത് ആരൊക്കെ നമുക്ക് സഹകരിക്കാൻ കിട്ടും അവരുമായൊക്കെ സഹകരിച്ചുകൊണ്ട് ഈ തൗഹീദിന്റെ ദഅവത്തുമായി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ മനം മടുത്ത് മാറി നിൽക്കുന്ന അവസ്ഥ മുജാഹിദ് പ്രവർത്തകർക്ക് ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇല്ലാത്ത ആശയങ്ങൾ നമ്മുടെ മേൽ വെച്ചുകെട്ടി നമ്മൾ ഒരിക്കലും തന്നെ പറയുകയോ എഴുതുകയോ ചെയ്യാത്ത ആരോപണങ്ങൾ നമുക്കുണ്ടെന്ന് വരുത്തി തീർത്ത് നമ്മളെ ജനമധ്യെ താറടിക്കുക എന്നത് നമ്മുടെ എതിരാളികൾ പണ്ടേ പയറ്റിപ്പോന്നിട്ടുള്ളൊരു തന്ത്രമാണ്. ഇടയ്ക്ക് കുറച്ച് പരലോകവും മരണചിന്തയും ഒക്കെ ചേർത്തി കുറച്ച് കരഞ്ഞ് അതിനിടയ്ക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് കല്ലുവെച്ച നുണകൾ പറയുക. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനം ഒരിക്കലും തന്നെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടില്ല. ഈ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ വീണ്ടും വീണ്ടും കടന്നു വന്നിട്ടേ ഉള്ളൂ. ജിന്നും സിഗറും പറഞ്ഞ് കഴിഞ്ഞ 10 കൊല്ലം മടവൂരികൾ എല്ലാ കൊല്ലവും ഊരി തണ്ടിയില്ലേ? നമ്മളെ എല്ലാ ക്യാമ്പയിന് ബദലായും അവർ സംഘടിപ്പിച്ചത് ജിന്നും ശൈത്താനുമായ ക്യാമ്പയിനായിരുന്നു. എന്നിട്ട് എന്തേ 10 കൊല്ലം ഈ പ്രസ്ഥാനം തളർന്നോ? വീണ്ടും വീണ്ടും വളർന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളർച്ചയുടെ ഗ്രാഫ്, ഉയർന്ന ഗ്രാഫ് രേഖപ്പെടുത്തിയ വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ കോഴിക്കോട് പരിപാടി വെച്ചു. ഇതേ ബാനറിൽ തൗഹീദ് അജയ്യമാണ് എന്ന ബാനറിൽ ചില മുസ്ലിയാക്കന്മാർ അവിടെ വന്ന് ഈ പ്രസ്ഥാനത്തെ ഊതിപ്പറപ്പിക്കാൻ, ഇതാ വഹാബികൾ കേരളത്തിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ക്യാമ്പയിനുമായി ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുമ്പോൾ വഹാബിസം ഇല്ലാതെയാകും എന്ന് പറഞ്ഞവർ. എന്താ ഉണ്ടായത്? നമ്മൾ ടാഗോർ ഹാളിൽ പരിപാടി വെച്ചു. 2000-ൽ പരം ആളുകൾ അവിടെ പങ്കെടുത്തു. ഞാൻ ആൾബലം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അത്രയും ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിച്ചു. ഈ സംഘടനയിൽ ഒരു പ്രാഥമിക മെമ്പർ പോലും അല്ലാത്ത ഞാൻ എൻ്റെ പരിപാടിക്ക് ഇത്രയും മുജാഹിദ് പ്രവർത്തകർ ഒരുമിച്ച് കൂടി എന്തുകൊണ്ടാണ്? സലഫി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധനം അത് തളരാതെ നിലനിർത്തേണ്ടതുണ്ട് എന്ന നിശ്ചയദാർഢ്യം പ്രവർത്തകർക്കുള്ളത് കൊണ്ടാണ്. പരിപാടി നിരീക്ഷിക്കാൻ മുജാഹിദുകളെ
നശിക്കുന്നത് കാണാൻ വന്ന കുറച്ച് കുബൂരിക്കൂട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് മനസ്സിലായി? സലഫി ആദർശം അജയ്യമാണ്, സലഫികളുടെ കൂട്ടായ്മ തകർന്നിട്ടില്ല, തൗഹീദ് രംഗത്ത് അവർ ഒറ്റക്കെട്ടാണ്. ഇപ്പോഴും ചില്ലറ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ഈ ശിർക്ക് ഖുറാഫാത്തുകൾ പ്രചരിപ്പിക്കാൻ നമുക്ക് അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കുബൂരിക്കൂട്ടങ്ങൾ മറുപടി പ്രസംഗം ടാഗോർ ഹാളിൽ നിന്ന് മാറ്റി ടൗൺ ഹാളിലേക്ക് വന്നു. 300 ആളിരിക്കാൻ പറ്റിയ ടൗൺ ഹാളിലേക്ക്. എന്തേ കാരണം? അവർക്ക് മനസ്സിലായി ഇത് ക്ലച്ച് പിടിക്കൂല എന്ന് മനസ്സിലായി. കാരന്തൂരിന്റെ മർക്കസും വലിയ ആൾക്കൂട്ടവുമില്ലേ കോഴിക്കോട്, നിങ്ങൾക്ക് ടൗൺ ഹാളിലേക്ക് മാറ്റേണ്ടി വന്നത്? മുജാഹിദുകൾ എവിടെയൊക്കെ ശക്തമായി നേരിട്ടിട്ടുണ്ടോ പിന്നോട്ട് പോയ ചരിത്രം മാത്രമേ കുബൂരികൾക്കുള്ളൂ. കാരണം എന്താ? അവര് വിളിക്കണേ യാ ശൈഖ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, നമ്മൾ വിളിക്കണേ യാ അല്ലാ യാ റഹ്മാൻ. അതാ നമുക്ക് വിളിക്കാനുള്ളത്. അതിന്റെ ശക്തി വേറെ തന്നെയാണ്. അതൊരിക്കലും തന്നെ ഒരു ഖുബൂരിക്ക് കിട്ടൂല. ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു, മൊയ്യദ്ദീൻ തല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ മൊയ്യദ്ദീൻ തല്ല്? മൊയ്യദ്ദീൻ ശേഖരനെ വിളിച്ചങ്ങ് തല്ല് തന്നെ. ഏയ്, മുജാഹിദുകളെ പരിപാടി കലക്കാൻ ആഹ്വാനം ചെയ്യാം മുസ്ലിയാർ. അപ്പൊ ഞാൻ മറുപടി പറയാൻ പോയപ്പോ, മുസ്ലിയാരെ നിങ്ങള് യാ മൊയ്യദ്ദീൻ വിളിച്ച തല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ, യാ അള്ളാന്ന് വിളിച്ച തല്ലുകൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മൊയ്യദ്ദീൻ തല്ല വലിയ തല്ലെന്നും പറഞ്ഞ് നടക്കുന്നത് എന്ന് ഞാൻ തമാശയായി പറയണ്ടായി. എന്ന് പറഞ്ഞാൽ ആ ആവേശം, തൗഹീദിന്റെ ആദർശത്തിന്റെ ആവേശം അതൊരിക്കലും തകരാതെ കാത്തു സൂക്ഷിക്കാൻ ഓരോ മുജാഹിദ് പ്രവർത്തകനും സാധിക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസ അനാചാരങ്ങൾക്ക് അടയിരിക്കുന്ന കുബൂരിക്കൂട്ടങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തനവും അലോസരമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അസ്വസ്ഥതയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയെങ്കിലും മുജാഹിദുകളെ കിട്ടിപ്പോയി, ഇനി ഇവർക്ക് പൊന്താൻ അനുവദിക്കരുത്, അടിച്ചു താഴ്ത്തണമെന്ന് അവർ വല്ലാതെ മർക്കസുകളിൽ ഇരുന്ന് സ്വപ്നം കാണുകയാണ്. പക്ഷേ ഒരു മൂവർ സംഘം ഉണ്ടാക്കിയ ഈ പ്രതിസന്ധി ഇൻഷാ അല്ലാഹ് നമ്മൾ വിജയകരമായി മറികടക്കുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പഴകിപ്പൊളിച്ച ആരോപണങ്ങളല്ലാതെ ഒന്നും ഇവരെ കയ്യിലില്ല എന്ന് ഇന്നലെ അഹ്സനിയുടെ കോഴിക്കോട്ട് നമുക്കുള്ള മറുപടി കേട്ടപ്പോൾ മനസ്സിലായി. നമ്മൾ വിചാരിച്ചു എന്തോ കാര്യമായി ക്യാമ്പയിനൊക്കെ അല്ലേ, വലിയ കോപ്പൊക്കെ ഉണ്ടാവും കയ്യിൽ, ഒന്നുമില്ല, ആവനാഴി ശൂന്യമാണ് എന്ന് കേട്ടവർക്കൊക്കെ മനസ്സിലായി. എന്തുകൊണ്ടാത്? ഇത് പ്രമാണബദ്ധമായ ആദർശമാണ്. ഒരു മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി ഈ ആദർശത്തെ ഒരിക്കലും തന്നെ തളർത്തുകയില്ല. അതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രസക്തിയും അതിന്റെ ശക്തിയും ചോർത്തിക്കളയാൻ കഴിയില്ല എന്ന് എതിരാളികൾ മനസ്സിലാക്കണമെന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെയും പ്രസംഗിച്ചൊരു മുസ്ലിയാർ സാക്ഷാൽ പേരോട് തന്നെ, പേരോട് മാത്രമല്ല, കാന്തപുരം വന്നു, പൊന്മള വന്നു, പലരും വന്നു നോക്കി. മുടിയിൽ മുങ്ങിപ്പോയ കാരന്തൂരിസം ഒന്ന് ജീവൻ വെപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. നടക്കൂല. നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ആ മുടിയമ്പലവുമായി നിങ്ങൾ നടക്കാൻ തുടങ്ങി അന്ന് മുതൽ നിങ്ങളെ തകർച്ച കഴിഞ്ഞു. കോടികൾ പിരിച്ചെടുത്ത് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിക്കാനാണെന്ന് പറഞ്ഞ് മുടിയമ്പലം പണിയാൻ തുടങ്ങിയ അന്ന് മുതൽ കേരള മുസ്ലിമീങ്ങൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങി. അത് നിങ്ങൾ രക്ഷപ്പെടൂല. ഇൻഷാ അല്ലാഹ് അവിടേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. എന്താണ് കുബൂരിക്കൂട്ടങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത്? പഴയ ആരോപണം തന്നെ. അഹ്ലുസുന്നത്തിന്റെ യഥാർത്ഥ അവകാശികൾ നമ്മളാണ്. അഹ്ലുസുന്നത്തിൽ നിന്നും പഴയ കാലം മുതൽക്കു തന്നെ പല കക്ഷികളും ഭിന്നിച്ചു പോയിട്ടുണ്ട്. ഖവാരിജുകൾ പോയി, ഷിയാക്കൾ പോയി, ഷിയാക്കളിൽപ്പെട്ട റാഫിളത്ത് പോയി, അതുപോലെ തന്നെ പലതരം കക്ഷികളും മുഅ്തസിലിയാക്കളും മറ്റു പല കക്ഷികളും പുറത്തുപോയി. ആ പുറത്തുപോയ കക്ഷികളിൽപ്പെട്ട അവരുടെ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കക്ഷിയാണ് ഈ കേരളത്തിലെ വഹാബികളും കേരളത്തിലെ മുജാഹിദുകളും. നമ്മൾ വിചാരിച്ചു പുതിയ ക്യാമ്പയിനൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ മരുന്നുണ്ടാവും. വളരെ പഴയ മരുന്ന്, 9 പതിറ്റാണ്ട് മുമ്പ് ഉസ്താദുമാർ പറഞ്ഞ അതേ മരുന്ന്, ഒന്നും പുതിയത് പറയാനില്ല. എന്താ പറയണെന്നറിയോ? പുത്തനാശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരൊക്കെ ആയത്തും ഹദീസും ഓതിയിട്ടാണ് ഇത് പ്രചരിപ്പിക്കാറുള്ളത്. ഷിയാക്കളും ഖവാരിജും റാഫിളത്തുമൊക്കെ ആയത്തും ഹദീസും ഓതിയാ പ്രചരിപ്പിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ മുജാഹിദുകളും ആയത്തും ഹദീസും ഓതി പുത്തനാശയങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ്. എന്ന് മാത്രല്ല, അയാള് എന്നും പറയാറുള്ളൊരു വാക്കുണ്ട്. 1921 മുമ്പ് ഈ നാട്ടിൽ യാതൊരു അനൈക്യവും ഉണ്ടായിരുന്നില്ല.
റാഫിളത്തിന്റെ ശല്യമില്ലാതെ, ഷിയാക്കളുടെ ശല്യമില്ലാതെ, യാതൊരു തരത്തിലുള്ള സംഘടനയും ഇല്ലാതെ ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങൾ സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കും എവിടെയും പോകാം, ഒരു പ്രശ്നമല്ല. രോഗം സന്ദർശിക്കാം, മരിച്ച വീട്ടിൽ പോകാം, ഒരു പ്രശ്നമല്ല. എന്നാൽ വഹാബികൾ വന്നു. വഹാബികൾ വന്നത് ഐക്യസംഘം എന്ന പേരിലാണ്. എന്തിനാണ് ഐക്യസംഘം? ഇവിടെ അനൈക്യണ്ടായിട്ട് വേണ്ടേ? ഒരനൈക്യവും ഇല്ലാത്ത സ്ഥലത്ത് ഐക്യസംഘം എന്നൊരു പുതിയ ഫിത്തന കൊണ്ടുവന്നു. എന്നിട്ട് ആയത്തും ഹദീസും ഉദ്ധരിച്ച് പല ദുർബലവാദങ്ങളും അവർ മുസ്ലിമീങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിച്ചു. അങ്ങനെ മുസ്ലിമീങ്ങളിൽ വീണ്ടും ഭിന്നിപ്പുണ്ടായി എന്നാണ്. ഇത് പണ്ടേ പറഞ്ഞു വരുന്നതാണ്. പുതിയ ക്യാമ്പയിനും അതല്ലാതെ ഒന്നും പറയാനില്ല. കോഴിക്കോട്ട് പ്രസംഗിച്ചൊരു മുസ്ലിയാരുട്ടി പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു മലപ്പുറത്ത് കുറച്ചും കൂടി സൂപ്പർ സ്റ്റാർ അല്ലേ വരുന്നത്, കുറച്ച് മുന്തിയ എന്തെങ്കിലും മുതലുണ്ടാവും. ഒന്നുമില്ല. പേരോട് മുസ്ലിയാരാ പറയുന്നത് കേട്ടു നോക്കി. ആ പഴയ വാദത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ആദ്യമായി നിങ്ങൾ കേൾക്കുന്ന ക്ലിപ്പ് പേരോട് മുസ്ലിയാരതാണ്. ഇവിടെ പറഞ്ഞതാ, കേട്ടു നോക്കി. നമ്മുടെ കേരളത്തിൽ ഷിയാക്കളുടെയോ മുഅ്തസിലത്തിന്റെയോ ഖവാരിജിന്റെയോ റാഫിളത്തിന്റെയോ ഒരു ശല്യവുമില്ലാതെ മുൻഗാമികളായ സാലിഹീങ്ങളെ പിന്തുടർന്ന് യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ. എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? ഒറ്റക്കെട്ടായി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ. ഒരു സംഘടനയുമില്ല, ഒരു സംഘടനയുമില്ല, ഒരു തർക്കവുമില്ല. ഓരോ പ്രദേശത്തും വലിയ വലിയ ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ സ്വന്തമായി ഒന്നും പറയുന്നില്ല. അവർ പിന്നെ എങ്ങനെ പറയും? അവര് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ ഗ്രഹിക്കാൻ കഴിയുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, അവര് പറഞ്ഞത് ഗ്രഹിക്കാൻ കഴിയുന്ന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എന്ത് പറഞ്ഞു, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, മമ്പർദ തങ്ങൾ എന്ത് കാണിച്ചു തന്നു, ഉമർ ഖാദി എന്ത് പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ നോക്കിയിട്ട് യാതൊരു ഭിന്നതയുമില്ലാതെ, ഒരു അലോസലുമില്ലാതെ, ഒരു തർക്കവുമില്ലാതെ, ഒരു സംവാദവുമില്ലാതെ, ഒരു മുബാഹലയും ഇല്ലാതെ, ഒരു ചർച്ചയും ഇല്ലാതെ ആർക്കും എവിടെയും മരിച്ച വീട്ടിലും പോകാം, രോഗികളെയും കാണാം, എവിടെയും പോകാം. വളരെ സുന്ദരമായ അന്തരീക്ഷം. ഒരു കുഴപ്പമില്ല. ദൈവത്തില്ല, നമീമത്തില്ല, ഫിത്നയില്ല, ഫസാദില്ല. മരിച്ച വീട്ടിലും പോകാം, രോഗിയെ കാണാനും പോകാം, രോഗിയെ ശുശ്രൂഷിക്കാനും പോകാം. അങ്ങനെ ഒരു കച്ചറയുമില്ല. അത്ര സുന്ദരമായ ഒരു അന്തരീക്ഷം. സുബ്ഹാനല്ലാഹ്. വൈകുന്നേരമായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തെറികളും കുറെ ചീത്തയും കുറെ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി ഞാൻ നീട്ടുന്നില്ല. അങ്ങനെ വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു അനൈക്യവുമില്ലാത്ത കേരളത്തിൽ ഐക്യസംഘം ഉണ്ടാക്കി. എന്തിന്? അനൈക്യമില്ലാത്ത കേരളത്തിൽ ഇങ്ങനെ ഐക്യസംഘം ഉണ്ടാക്കി ഭിന്നിപ്പിക്കാൻ ഐക്യസംഘം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഖവാരിജ് സ്വഹാബത്തിനെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ, റാഫിളത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിദ്അത്ത് ചെയ്തു എന്ന് ബാധിച്ചതുപോലെ, മുഅ്തസിലത്ത് ഔലിയാഇന്റെ കറാമത്തിനെ ചോദ്യം ചെയ്തതുപോലെ, യാതൊരു അർത്ഥവുമില്ലാത്ത കുറെ വാദങ്ങൾ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. മൊത്തത്തിൽ പ്രസംഗത്തിന്റെ ടോൺ നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നുമില്ല, പഴയ ആ ആരോപണങ്ങൾ തന്നെ പൊടി തട്ടി കൊണ്ടുവന്ന് ഒന്ന് പുതിയതായി അവതരിപ്പിക്കാൻ നോക്കുകയാണ് മുസ്ലിയാക്കന്മാര്. ആകപ്പാടെ പറഞ്ഞത് ഇപ്പൊ എന്താ? 21 മുമ്പ് ഒരു സംഘടനയും പെടല്ല. വളരെ സുന്ദരമായ കാലം. കാരണം മുസ്ലിയാക്കന്മാർ അന്ധവിശ്വാസ അനാചാരങ്ങൾക്കൊക്കെ നല്ല മാർക്കറ്റ്, ആരും എതിർക്കുന്നില്ല. എല്ലായിടത്തും മുസ്ലിയാക്കന്മാർക്ക് മേഞ്ഞു നടക്ക, ഒരു എതിർപ്പില്ല. എല്ലായിടത്തും കൺകണ്ട ദൈവങ്ങൾ, ഒരാളും ചോദ്യം ചെയ്യുന്നില്ല. എത്ര പൈസ വേണോ കൊടുക്കും, എന്തു ചോദിച്ചാലും ഉസ്താദ് കൺകണ്ട ദൈവമാണ്. ആ രീതിയിൽ മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്ത് യാതൊരു എതിർപ്പുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഐക്യസംഘം വന്നു. ഐക്യസംഘം വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഐക്യസംഘത്തിന്റെ വാർഷിക യോഗത്തിൽ വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന
പണ്ഡിത സംഘടന ഉണ്ടാക്കി. ഐക്യസംഘവും KJയും കൂടി ഒരു വ്യാഴവട്ടക്കാലം ഒന്നിച്ചു പ്രവർത്തിച്ചു. അപ്പോൾ കേരളത്തിൽ വമ്പിച്ച മാറ്റമുണ്ടായി. അതോടുകൂടി മുസ്ലിയാക്കന്മാർക്ക് വിരളിയായി. 24 കേരള ജമിയത്തിലും ഉണ്ടാക്കി 2 കൊല്ലം തികയും മുമ്പ് അവർക്ക് ഇതിന്റെ അപകടം മണത്തു. ഇങ്ങനെ പോയാൽ പിന്നെ നമ്മുടെ വയറ്റത്തടിക്കുമല്ലോ. അപ്പൊ അവരെന്ത് ചെയ്തു? വേറൊരു ജമിയത്തിലും ഉണ്ടാക്കി. അതാണ് സമസ്ത. അന്ന് മുതൽ അവർക്ക് പറഞ്ഞു വരുന്ന സമസ്തക്കാർ പറയുന്ന ആരോപണമാണ് ഇന്നും മാറ്റമില്ലാതെ പേരോട് പറഞ്ഞത്. എന്താണ്? മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചു. അത് സാധാരണക്കാർക്കിടയിൽ വേഗം മാർക്കറ്റ് ഉണ്ട് സംഗതിയാ. ഭിന്നിപ്പ് ആർക്കും ഇഷ്ടമല്ല. എല്ലാവരും യോജിപ്പും ഐക്യവും സൗഹാർദ്ദവുമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. മുസ്ലിമീങ്ങൾ യോജിക്കണം, മുസ്ലിമീങ്ങൾ ഐക്യപ്പെടണം. അപ്പൊ ഭിന്നിപ്പുണ്ടാക്കിയവൻ ആരായാലും അവനെ വെറുക്കണം, മാറ്റി നിർത്തണം. ഇതൊരു പൊതുവികാരമാണ് ആളുകളുടെ. ആ വികാരം ചൂഷണം ചെയ്താണ്. വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വന്നപ്പോൾ അവിടുത്തെ മുശ്രിക്കുകൾക്ക് പറയാനുണ്ടായിരുന്നത് എന്താ? അല്ലദീ ഫറഖ ജമ്മനാ, ഇവൻ നമ്മുടെ ഐക്യം തകർത്തിരിക്കുന്നു. ഇവൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു, അപ്പൊ നമ്മൾ 2 ചേരിയായി. വസബ്ബ ആലിഹത്തനാ, നമ്മുടെ ദൈവങ്ങളെ ഇവൻ ചീത്ത വിളിച്ചിരിക്കുന്നു. വസഫ അഹ്ലാമനാ, നമ്മുടെ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിയില്ല, അവരൊക്കെ വിഡ്ഢികളാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 3 ആരോപണവും യഥാർത്ഥത്തിൽ നമ്മളും കേട്ടിട്ടുണ്ട്. ഐക്യം തകർത്തു, അവരെ പുണ്യപുരുഷന്മാർ ആക്ഷേപിച്ചു, അവരെ മഹാപണ്ഡിതന്മാരായി അവർ ഗണിച്ചു നടന്നിരുന്നവർക്കൊന്നും ബുദ്ധിയില്ല, അവരൊക്കെ പറയുന്നത് പോഴത്തമാണ് എന്ന് നമ്മൾ ജനങ്ങളോട് പറഞ്ഞു. വാസ്തവത്തിൽ മുജാഹിദുകൾ വല്ല ഭിന്നിപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അവന്റെ പേരിൽ മാത്രം നേർച്ച വഴിപാട് നടത്തണം. അതാണ് മുസ്ലിമീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം. അതിനെതിരെ പ്രവർത്തിച്ചാൽ അത് ശിർക്കാണ്, അത് നരകത്തിലാണ് നമ്മൾ എത്തിക്കുന്നത്. നമ്മുടെ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന ആ തൗഹീദിന്റെ സന്ദേശം ഇവിടെ ഉറക്ക പറഞ്ഞപ്പോ ആളുകൾ അത് കേൾക്കാൻ തുടങ്ങി, ആളുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങി. മാലയും മൗലീദും റാത്തീബും ഖുതുബിയത്തും മാത്രം കേട്ട് പരിചയമുള്ള കൗമ് അതിൽ നിന്നൊക്കെ പിൻവാങ്ങാൻ തുടങ്ങി. അതൊക്കെ മുസ്ലിയാക്കന്മാരുടെ വരുമാന മാർഗങ്ങളായിരുന്നു. അത് ഓരോന്നോരോന്നായി അടയാൻ തുടങ്ങി. അങ്ങനെ അന്ധവിശ്വാസ അനാചാരങ്ങൾ ജനങ്ങൾ കൈവിട്ടാൽ തങ്ങളുടെ നിലനിൽപ്പിനെ ഭയന്ന പൗരോഹിത്യം അവർ ഈ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാർ കടന്നു വരാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ്. ഇവർ ഐക്യം തകർക്കുന്നവരാണ്. 21 വരെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവർ വന്നിട്ടാണ് അനൈക്യമുണ്ടാക്കിയത്. വാസ്തവത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യ സംഘടിത രൂപമെന്ന് പറയുന്ന ഐക്യസംഘം ഉണ്ടാകുന്നത് 1922 21 നിഷ്പക്ഷ സംഘം, 22 കേരള മുസ്ലിം ഐക്യസംഘമായി. അതിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് 60-70 കൊല്ലം മുമ്പ് ഇവിടെ പല തർക്കങ്ങളും നടന്നിട്ടുണ്ട്. കൊണ്ടോട്ടി കൈക്കാരും പൊന്നാനി കൈക്കാരും തമ്മിലുണ്ടായ തർക്കം, കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചൊരു തരീഖത്ത്, അതും കുരീതന്മാരും അതിൻ്റെ കുറെ ആളുകളും, പൊന്നാനി കേന്ദ്രീകരിച്ച് വേറൊരു കൂട്ടർ അതിനെ എതിർക്കാൻ അവരും വേറൊരു കൂട്ടരും, അവർ പരസ്പരം കാഫറാക്കി, പരസ്പരം വിവാഹബന്ധം മുടക്കി. ഒരു കൂട്ടർ കാഫറാണെന്ന് മറ്റേ കൂട്ടർ കാഫറാണെന്ന് ഇവരും. 2 കൂട്ടരും പരസ്പരം കെട്ടുബന്ധം നിഷിദ്ധമാക്കി. ഒരു കൂട്ടർ അടുത്ത മറ്റുള്ളവർക്ക് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു, ഒരു കൂട്ടർ തുറന്നുസ്കരിക്കാൻ പാടില്ല, മറ്റൊരു കൂട്ടർ ഫത്വ ഇറക്കി. ഇങ്ങനെ വാദവിവാദങ്ങൾ നടന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിമീങ്ങൾ വ്യക്തമായ 2 ചേരിയായി. അത് ഞങ്ങൾ പണ്ട് പറഞ്ഞപ്പോഴൊക്കെ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാ പൊന്മള മുസ്ലിയാർ തന്നെ പറയാണ്, മുഹമ്മദ് ഷാന്റെ തരീക്കത്തും പൊന്നാനി തരീക്കത്തും തമ്മിലുള്ള തർക്കം അദ്ദേഹം തന്നെ ആ പാടി നടന്നിരുന്ന പാട്ടുണ്ടല്ലെന്ന് മമ്മീഷാന്റെ ആളുകൾ പാടി, മമ്മീഷ അള്ളാന്റെ വലിയാണ്, മമ്മീഷാന്റെ കൂടെ കൂടിയാൽ അദാബില്ല, നരകത്തുനിന്ന് രക്ഷപ്പെടും. അപ്പൊ പൊന്നാനിക്കാര് പറഞ്ഞു വലിയ കള്ളനാണ്, കാഫിറാണ്. ഇത് നമ്മൾ പറഞ്ഞപ്പോ നമ്മളെന്തോ ഒന്നുണ്ടാക്കിയതുപോലെ പല സാധാരണക്കാരും വിചാരിച്ചിരുന്നത്. എന്നാ പൊന്മള മുസ്ലിയാർ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ആ ഭാഗം. കുണ്ടോട്ടി തരീഖത്ത് ഫക്കീർ മുഹമ്മദ് ഷാഹ് മമ്മീഷ വലിയുള്ള മുരീദന്മാർ കഥാബില്ല എന്നൊരു പാട്ട് തന്നെ ഉണ്ട്. മമ്മീഷാറിന് മുഹമ്മദ് ഷാഹ്, മമ്മീഷ വലിയുള്ളയാണ്, അയാളെ മുരീദന്മാർക്ക് ആർക്കും കഥാബില്ല എന്നാ. അത് മുമ്പ് ഏറ്റുക്കണം. ഈ ആളെ ഏത് കാലക്കാരനാ? ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ കാലക്കാരനാ. അന്ന് മമ്പുറം തങ്ങൾ അടക്കമുള്ളവർ ഇയാൾക്കെതിരിൽ ഫത്വ നൽകിയിട്ടുണ്ട്. 21 ശേഷം
തന്നെ നിങ്ങൾ ചോദിക്കണം മുസ്ലിയാക്കന്മാരോട്, അല്ല ഈ മുഹമ്മദ് ഷാന്റെ തരീക്കത്തും പൊന്നാനി തരീക്കത്തും തമ്മിലുള്ള കൈത്തർക്കൊക്കെ ഉണ്ടായത് അവർ തമ്മിൽ കാഫറാക്കിയതൊക്കെ 21 മുമ്പോ ശേഷമോ എന്ന് ചോദിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി തരും. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന പേരിൽ കേരള മുസ്ലിം ചരിത്രകാരനായിരുന്ന KK മുഹമ്മദ് അബ്ദുൽ കരീമും CN മൗലവിയും എഴുതിയ പുസ്തകത്തിൽ വിശദമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചരിത്ര രേഖയാണ്. കേരള മുസ്ലിം ചരിത്രം എഴുതുന്ന ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. മുഹമ്മദ് ഷാ എന്ന് പറയുന്നത് ബോംബെക്കടുത്ത കല്യാണം എന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടോട്ടിയിൽ വന്നുകൂടിയ ഷിയാ വിശ്വാസക്കാരനായ ഒരാളായിരുന്നു. അന്ന് കേരളത്തിൽ തരീഖത്തിന് നല്ല മാർക്കറ്റാ, കാക്കത്തൊള്ളായിരം തരീഖത്താ. അങ്ങനെ ഇയാൾക്ക് ഷെയ്ഖായി, മുരീദന്മാരെങ്ങനെ തരീഖത്തിൽ ചേർക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ ഒരു നിബന്ധന വെച്ചു, ഈ തരീഖത്തിൽ ചേരണമെങ്കിൽ മുരീദന്മാര് ഷെയ്ഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അപ്പോഴാണ് പൊന്നാനിക്കാരിറങ്ങിയത്, ഇത് കുഫിരിയത്തിലെ തരീഖത്താണ്, മനുഷ്യന്റെ മുമ്പ് സുജൂദിയെ. അങ്ങനെ അവരെതിരെതിർത്തു. അങ്ങനെ പാടില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അന്ന് മഖ്ദൂം കുടുംബത്തിന്റെ നേതൃത്വത്തിൽ പൊന്നാനിക്കാർ ഇവർക്കെതിരെ ഫത്വയുമായി ഇറങ്ങി. അങ്ങനെ മുസ്ലിമീങ്ങൾ രണ്ട് ചേരിയായി എന്ന് മാത്രല്ല, ഇവര് കുഫറിലേക്ക് പോയി. കൊണ്ടോട്ടി കൈക്കാർ അർത്ഥം തിന്നാൻ പാടില്ല എന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫത്വ ചെയ്തു. ഇത് മാത്രല്ല, എന്താണ് ഷെയ്ഖ് മുരീദ് ബന്ധത്തിന്റെ അവസ്ഥ? മുരീദിനുള്ളതൊക്കെ ഷെയ്ഖിന് കൊടുക്കണമെന്നാ പൊന്മള തന്നെ പറഞ്ഞു കേട്ടോളി. രസകരമായി മൂപ്പര് പറയാ. അയാൾ പറഞ്ഞിരുന്ന തരീഖത്ത് എന്തായിരുന്നു? നല്ല ബഹുരസ അന്നത്തെ തരീഖത്ത്. മുരീദാകണോ എന്നാ എൻ്റെ കീഴിലുള്ള സർവ്വ സ്വത്തും ഇയാളെ പേരിൽ എഴുതി കൊടുക്കണം. ഒന്നാമത് മുരീദിൻ്റെ ഒന്നാം ഷർത്ത്, എൻ്റെ മിൽക്കിൽ ഒരു ഫിൽസുണ്ടാകാൻ പാടില്ല, ഒക്കെ മൂപ്പർക്കാണ്ട് എഴുതി കൊടുക്കണം. പിന്നെ ബാക്കി ചെലവിനൊക്കെ മൂപ്പറിന് തരും. ഒന്ന്. രണ്ടാമത്തൊന്ന്, പെണ്ണെട്ടിയാൽ ഒരു 8 ദിവസം ആദ്യം പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം, എന്നിട്ടേ പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റുള്ളൂ. ഇതും അതിൻ്റെ ഷർത്തപ്പെട്ട. അതിനൊരാൾ തയ്യാറില്ല, എന്നാ തരീഖത്ത് വേണ്ട. മുരീദന്മാർക്ക് ഏതാവുണ്ടാവില്ലേ? മുരീദ് പറഞ്ഞ ഷെയ്ഖിന്റെ അടിമയാണ്. സ്വന്തം കയ്യിൽ ഒന്നും പാടില്ല, പൊരന്റെ ആധാരം ഒക്കെ കൊണ്ടേ കൊടുക്കണം. പിന്നെ ഇപ്പൊ നിങ്ങളതാന്ന് വെച്ച് ഉറപ്പിച്ച എന്താ നിങ്ങളെ ഭാര്യ, അതും മൂപ്പരതാണ്. മൂപ്പര് ആവശ്യമുള്ളപ്പോഴൊക്കെ മൂപ്പർക്ക് ഭാര്യയും കൊടുത്തോളണം. ഇങ്ങനെ ഉണ്ടോ? അങ്ങനെ എന്നാലേ മുരീദാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ തരീഖത്ത് കൂടണ്ട. ആദ്യ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ 8 ദിവസം മൂപ്പര കൂടെയാണ്. ഇതൊക്കെ ദീനിന്റെ പേരില. എന്നിട്ട് ഈ മുസ്ലിയാക്കന്മാര് പറഞ്ഞെന്താ? മതപരമായി യാതൊരു തർക്കവും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരുമയോട് തോളോട് ചേർന്ന് സൗഹാർദ്ദത്തിൽ ഇങ്ങനെ പോവുമായിരുന്നു. ഇതൊക്കെ ഇസ്ലാമിലുള്ളതാ. ഇവരെ കിതാബ് തന്നെയുള്ള എന്താ അറിയോ? കുൻ ഇൻദ ശൈഖിക കൽ മയ്യിത്ത് ഇൻദ ഗാസിലിഹി. നീ നിന്റെ ഷെയ്ഖിന്റെ അടുത്തെത്തിയാൽ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പിൽ എങ്ങനെയാണ് അതുപോലെയാകണം. മയ്യത്തിന് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ? അങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് അങ്ങോട്ട് എടുക്കും, പൊക്കി പിടിച്ചാൽ കാലിങ്ങനെ വിട്ടായിട്ടൊന്ന് വീഴും എന്ന മാതിരി ഒരു പൊങ്ങുതടി പോലെ ഒരു സ്വാതന്ത്ര്യവും ആർക്കില്ല, മുരീദിനില്ല. ഷെയ്ഖ് എന്ത് പറഞ്ഞു അത് അടിമയെപ്പോലെ അനുസരിക്കുക. ഒന്നും പറയാം. ചിലപ്പോൾ ഹറാമായ കാര്യം, കുഫറായ കാര്യമൊക്കെ ഷെയ്ഖ് പറയും. എന്നാലും മുരീദിന് ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ കാണാത്ത എന്തെങ്കിലും പൊരുൾ അതിന്റെ പിന്നിൽ ഉണ്ടാകും എന്ന് വിചാരിച്ചോളണം. സ്വന്തം ഉമ്മാനെ പോയി വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊന്നോളണം. ഷെയ്ഖ് കള്ളു കുടിക്കണത് കണ്ടാലും എതിർക്കാൻ പാടില്ല, അത് പാലാണെന്ന് വിചാരിച്ചോളണം. ഷെയ്ഖ് വ്യഭിചരിക്കണത് കണ്ടാലും കുറ്റം പറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു വ്യവസ്ഥയാണ് ഷെയ്ഖ് മുരീദ് വ്യവസ്ഥ. നിങ്ങൾക്ക് അള്ളാഹനെ മനസ്സിലാക്കാൻ, റസൂലിനെ മനസ്സിലാക്കാൻ മുറബ്ബിയായ ഒരു ഷെയ്ഖിലൂടെ അല്ലാതെ സാധ്യമല്ല എന്നതാണ് തരീഖത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ ഇവർ കള്ളത്തരീഖത്തിനെ എതിർക്കുന്നുണ്ട്. യഥാർത്ഥ തരീഖത്തു തന്നെയാണ്. തരീഖത്തിൽ ഒറിജിനൽ എന്നൊന്നില്ല, ഒക്കെ കള്ളത്തരീഖത്താണ്. ഇവരെ പ്രമേയങ്ങളിലൊക്കെ അവർ അംഗീകരിച്ചതാ ഖാദിരിയ, ഷാദുരിയ, റിഫായിയ തുടങ്ങിയ ശരിയായ തരീഖത്തിലെ ശരിയായ കൈതുടർച്ച. വാസ്തവത്തിൽ അങ്ങനെ ശരിയായ തരീഖത്തുണ്ടോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വഴിയും മാർഗവുമല്ലാതെ മറ്റൊരു മാർഗവും വഴിയും ഇസ്ലാമിലില്ല. പിൽക്കാലത്ത് ശിയായിസത്തിലൂടെ കടന്നു വന്നതാണ് എല്ലാ തരീഖത്തുകളും. എല്ലാ സൂഫി തരീഖത്തുകളും ശിയായിസത്തിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ചവരാ. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരൊറ്റ സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ പാഠം. പക്ഷേ ഷെയ്ഖ് മുരീദ് വ്യവസ്ഥയിൽ അങ്ങനല്ല.
ഷെയ്ഖ് എന്തു പറഞ്ഞാലും അത് അള്ളാഹ്ക്കെതിരാകട്ടെ അള്ളാഹ്ക്ക് അനുകൂലമാകട്ടെ അനുസരിക്കൽ മുരീദിന്റെ കടമയാണ്. ഇങ്ങനെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ ജുമഅക്ക് പോലും പരസ്പരം കൂടാൻ പറ്റൂല. ഇന്നിപ്പോ കേരളത്തിൽ സുന്നി മുജാഹിദ് ജമാഅത്ത് തബ്ലീഗൊക്കെ ഉണ്ടെങ്കിലും ഒരു യാത്ര പോകുകയാണെങ്കിൽ ജുമാന്റെ സമയം ഏത് പള്ളിയാണെങ്കിലും അവിടെ നിർത്തി ഈ 4 വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജുമാക്ക് പങ്കെടുക്കും, ജമാഅത്തിന് പങ്കെടുക്കും, അല്ലേ? മരിച്ചാൽ കൂടും, ഒരു പ്രശ്നമല്ല. എന്നാ തരീഖത്തേര് പരസ്പരം ജുമാക്ക് പോലും പങ്കെടുത്തിരുന്നില്ല എന്നാണ് പൊന്മള മുസ്ലിയാർ പറയുന്നത്. ഇത് മതപരമായ ഭിന്നിപ്പാണോ നോക്കുക പറയുന്നിട്ടുള്ളൂ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ കുണ്ടോട്ടിക്കൈ, പൊന്നാനിക്കൈ. പൊന്നാനി കാളിയന്മാരാണ് പൊന്നാനിക്കൈക്കാർ. കുണ്ടോട്ടിക്കൈയും പൊന്നാനിക്കൈയും 2 കൈ ഉണ്ടായിരുന്നു. അതിൽ കുണ്ടോട്ടിയിലെ പഴയങ്ങാടി പള്ളി ആ ശൈഖന്മാരെ പള്ളിയും, കാളിയരകത്ത് പള്ളി പൊന്നാനിക്കാരെ പള്ളിയും. അങ്ങനെ 2 ജുമാഅത്തല്ലി തൊട്ട് വരാൻ കാരണം പൊന്നാനിക്കൈക്കാരുടെ പള്ളി വരുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിൽ പള്ളിയുടെ മേലൊരു കൂട്ടരും ജുമാ നടത്തും, താഴെ ഒരു കൂട്ടരും ജുമാ നടത്തും. അങ്ങനെയാണ് ഫൗക്കാനിയും തെഹത്താനിയും ഉണ്ടാണ്. ഒന്ന് ഫൗക്കാനിയാവും മറ്റു തെഹത്താനിയാവും, ഇങ്ങനെ 2 ജുമായിരുന്നു. പിന്നെ ഈ പള്ളി വന്നപ്പോൾ ഇങ്ങോട്ട് മാറി ഒരു കൂട്ടര്. പക്ഷെ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അതൊക്കെ പോയിപ്പോൾ അങ്ങനെ ആ ഒരു കുണ്ടോട്ടിക്കൈയും പൊന്നാനിക്കൈയും ഇപ്പോൾ അവിടെ നിലനിൽക്കണില്ല. ഇപ്പം എല്ലാവരും നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയപ്രകാരം അതിൽ യോജിച്ചുകൊണ്ട് 2 കൂട്ടരും 2 ജുമായും നിലനിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കർമ്മങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നും നമ്മൾ ദീനിയായ കാര്യങ്ങളൊന്നും ഒരു തർക്കവും ഇപ്പം നിലനിൽക്കുന്നില്ല. അങ്ങനെ കുറേ കാലം ഉണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ. എന്താ ഇപ്പം ഉണ്ടായത്? തരീഖത്തുകാര് കൊണ്ടുവന്ന ഷിയ ആശയം ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൽ സ്വീകരിച്ചു. അവരൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പൊ ഇവരും പറയുന്നുണ്ട് കൈവും കാര്യവും അള്ളാഹ് കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്താൽ പോലും അത് തെറ്റല്ല എന്ന് പറയുന്ന ഇപ്പുറത്തുണ്ടായി. സുജൂദിനാൽ ഇടമുട്ടം സംവാദം നിന്നതന്നെ അതുകൊണ്ടല്ലേ. അപ്പോ 2 കൂട്ടരിപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ഒത്തുന്നാണ്. കൊണ്ടോട്ടിക്കൈക്കാരടുത്ത് തിന്നാൻ പാടില്ല എന്നുള്ള ഫത്വ പിൻവലിച്ചു. തമ്മിൽ കെട്ടുബന്ധം. കാരണം എന്താ? 2 കൂട്ടരും ജാറത്തിന്റെ ആളായി. കൊണ്ടോട്ടിക്കൈക്കാരും പൊന്നാനിക്കൈക്കാരും തർക്കം നടക്കുമ്പോ പൊന്നാനിയിൽ ജാറല്ല, ഇന്ന് പൊന്നാനിയിൽ 40-ലധികം ജാറാ. അപ്പൊ എന്തൊക്കെയാണോ കൊണ്ടോട്ടി തരീഖത്തുകാർ കൊണ്ടുവന്ന ഖുറാഫാത്ത് അതൊക്കെ മറ്റോലങ്ങ് സ്വീകരിച്ചു. ആ 2 കൂടി സമസ്ത അങ്ങ് വിളക്കി ചേർത്തു. ഇതൊന്നും മതപരമായ ഭിന്നിപ്പല്ലേ? കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, ചെറിയ ചെറിയ ചേരിപ്പോരുകൾ ഉണ്ടായതല്ലാതെ മതപരമായി യാതൊരു ഭിന്നിപ്പുണ്ടായിരുന്നില്ല. ഒക്കെ ഐക്യ സംഘം വന്നിട്ട് മുജാഹിദുകൾ വന്നിട്ടുണ്ടായത്. ഇതാ ഒന്നുകൂടി കേട്ടോളി. മൂപ്പര് പറയാ സ്വർഗവും നരകവും വരെ തരീഖത്തിൽ വീട്ടിലുണ്ടാക്കി. പിന്നെ കൊറൂർ തരീഖത്ത്, ഇത് എ പി ഉസ്താദിന്റെ നാട്ടില്, അവിടെ എ പി ഉസ്താദിന്റെ ആ മഹലിൽ ചെന്ന് നോക്കിയാൽ 2 പള്ളി തൊട്ട് കാണാം. അവിടെ കൊറൂർ തരീഖത്ത് എന്ന് പറയുന്നത് പുത്തം വീട്ടിലൊരു ഷെയ്ഖ്, പുത്തം വീട്ടുകാരെന്നാ പറയാ, തനിച്ച നാടന ആമിയാണ്. നക്സബന്ദി തരീഖത്ത് എന്നാണ് അയാൾ തരീഖത്തിന് പറയുന്നത്. നക്സബന്ദി തരീഖത്താ. നക്സബന്ദി തരീഖത്തും അതും കൂടി ബന്ധമല്ലേ? അത് വേറെ കാര്യം. അതാ ഞാൻ പറയണേ. ദസൂക്കി, നക്സബന്ദി, നല്ല നല്ല കാതിരി, ചിസ്തി, ഇങ്ങനെയല്ലേ പേര്. ഷെയ്ത്താനി പറഞ്ഞ ആരെയും വരും തരീഖത്തേറ്റ്? അത് വരുമല്ലോ. ഒക്കെ നല്ല നല്ല സുന്ദരമായ പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണ്? അവർ കൊടുത്ത പേര് നക്സബന്ദി തരീഖത്താണ്. പുത്തം വീട്ടിൽ ഷെയ്ഖ് താമരശ്ശേരി, അയാളെ വീട്ടിൽ തന്നെ സ്വർഗവും നരകവും കാബിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. അതിനൊന്നും വേറെ എവിടെയും വേണ്ട. മുരീദന്മാർക്ക് എല്ലാ കാര്യവും അവിടെ തന്നെ ഉണ്ട്. തനിച്ചാമി. അങ്ങനെ അതിൻ്റെ പേരിൽ ഉണ്ടായതാണ് അവിടെ 2 പള്ളി. ഒറ്റ പറമ്പിന് 2 തലക്ക 2 പള്ളിയാ. അപ്പൊ സുഹൃത്തുക്കളെ, ആരാണ് മതപരമായ രംഗത്ത് ഇവിടെ ഭിന്നിപ്പുകൾ തുടങ്ങി വെച്ചത് എന്ന് മനസ്സിലാക്കാനാണ് ഈ 3-4 ക്ലിപ്പോട്ടത്. ഒരുപാട് പറയാണ്ട്. കള്ളത്തരീഖത്തുകൾ എന്ന് പറഞ്ഞ് ഇവരിപ്പോൾ പറയുന്ന തരീഖത്തൊക്കെ അന്ന് യഥാർത്ഥ തരീഖത്തായിരുന്നു. ഇസ്ലാമിന്റെ പേരിൽ അഹ്ലു സുന്നത്തിന് പരിചയമില്ലാത്ത പുതിയ വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടുവന്ന് ഇവിടെ തരീഖത്തുകൾ തുടങ്ങിയതാണ് മതരംഗത്തെ ഭിന്നിപ്പിന് കാരണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നമുക്ക് വിശദീകരിക്കാം 1921 മുമ്പ് ഇവിടെ ഭിന്നിപ്പുണ്ടായിരുന്നോ, ആരാണ് മതരംഗത്തെ ഭിന്നിപ്പുകൾ കൊണ്ടുവന്നത്, എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനമെന്ന് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നമുക്ക് പരിശോധിക്കാം. തൗഹീദ് അജയ്യമാണ് എന്ന ഈ ആദർശ സമ്മേളനം മഗ്‌രിബിന് ശേഷവും തുടരാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹാബതിഹി അജ്മഈൻ.
ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന സഹ്ല റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സലഫി പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ ആശയാദർശങ്ങളെക്കുറിച്ചും സലഫി വിരോധികൾ എക്കാലത്തും പറഞ്ഞു പോന്നിട്ടുള്ള ഒരാരോപണമാണ് നാം ഇവിടെ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. ഒറ്റക്കെട്ടായി ജീവിച്ചിരുന്ന മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പിൻ്റെ വിത്തുപാകി ഛിദ്രതയും അനൈക്യവും ഉണ്ടാക്കി മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിച്ചവർ ഈ ഐക്യസംഘക്കാരും സലഫികളുമാണ്. 1921 മുമ്പ് ഒരു സംഘടനയുമില്ലാത്ത ഈ കേരളം മണ്ണിൽ ഒരു ഭിന്നിപ്പുമില്ലാതെ അനൈക്യമില്ലാതെ കഴിഞ്ഞുകൂടിയ മുസ്ലിം കേരളത്തെ ഭിന്നിപ്പിലേക്ക് വലിച്ചടച്ചത് സലഫികളാണ്, അല്ലെങ്കിൽ മുജാഹിദുകളാണ് എന്ന വാദം, അതിൻ്റെ മുനയൊടിക്കുന്ന വർത്തമാനങ്ങളാണ് ഖബൂരി നേതാവായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ക്ലിപ്പിങ്ങിലൂടെ നിങ്ങൾ മഗ്‌രിബിന് മുമ്പ് കണ്ടത്. ത്വരീഖത്തുകൾ ഇവിടെ സലഫി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചുവടുറപ്പിച്ചിരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായ പല ഭിന്നിപ്പിൻ്റെയും ചരിത്രം മലബാർ മുസ്ലിങ്ങളുടെ ചരിത്രം എഴുതിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ത്വരീഖത്തുകളെക്കുറിച്ച് മൊത്തത്തിൽ ചില കാര്യങ്ങൾ സലഫി പ്രവർത്തകന്മാർ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മനുഷ്യനേറെ പുരോഗമിച്ച കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു വശത്ത് കപട ആത്മീയതയുടെ മറവിൽ സൂഫിസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭൗതികമായ വിദ്യാഭ്യാസം നേടിയ ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്ന ബുദ്ധിജീവികളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ പോലും ഈ സൂഫിസത്തിൻ്റെ വലയിൽ പെട്ടുപോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കിപ്പോൾ കേരളത്തിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും കേൾക്കാൻ സാധിക്കുന്നു. ഗ്രീക്ക് ഫിലോസഫിയും ഭാരതീയ ദർശനവും പിന്നെ സോക്രട്ടീസിൻ്റെയും മറ്റുമൊക്കെ തത്വചിന്തയും കൂട്ടിക്കലർത്തി ഹൈന്ദവ സന്യാസത്തിന് ഇസ്ലാമിൻ്റെ കുപ്പായമണിയിച്ചു കൊടുത്ത് പേർഷ്യൻ ചിന്താധാരകളുമായി കൂട്ടിക്കുഴച്ച് ഒരു പുതിയ മതം തന്നെയാണ് യഥാർത്ഥത്തിൽ സൂഫിസം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് ഇഴപിരിച്ചു മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുവാൻ കെൽപ്പുള്ള ആളുകൾ വളരെ കുറവാണ്. നമ്മളെപ്പോലെ പരസ്യമായി ഇതുപോലെ പ്രസംഗിക്കുകയോ ക്ലാസ് എടുക്കുകയോ ചെയ്യാത്ത ഈ തരീഖത്തുകാർ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി ഷെയ്ഖിൻ്റെ അടുത്ത് പോവുക, ഷെയ്ഖിനൊന്ന് പരിചയപ്പെടുക, നിങ്ങളുടെ മനസ്സിലുള്ള കറകളൊക്കെ നീങ്ങി, നിങ്ങൾക്ക് മനസ്സിന് ശക്കുകളൊക്കെ നീങ്ങി, നിങ്ങളുടെ മനസ്സിന് വികാസം കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ആളുകളെ കൊണ്ടുപോവുക. അങ്ങനെ ഷെയ്ഖ് മാത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു ദീൻ തരീഖത്തിൻ്റെ മെമ്പറോട് ചോദിച്ചാൽ പറയും എനിക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾ ഷെയ്ഖിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഷെയ്ഖ് പറയും. അങ്ങനെ ഷെയ്ഖിലൂടെ മാത്രം മനസ്സിലാക്കുന്ന, ഷെയ്ഖിൻ്റെ വാചാടോപങ്ങളിലൂടെ മാത്രം വിവരിക്കാൻ സാധിക്കുന്ന കുറേ വർത്തമാനങ്ങൾ, അത് കേട്ടാണ് പലപ്പോഴും പല ആളുകളും തരീഖത്തിൻ്റെ കെണിയിൽ ചെന്നുപെടാറുള്ളത്. കേരളത്തിലെ സമസ്തക്കാർ പണ്ടൊക്കെ കോറൂർ തരീഖത്ത്, ചേറൂർ തരീഖത്ത് എന്നുപോലെയുള്ള ചില തരീഖത്തുകളൊക്കെ എതിർത്തിരുന്നെങ്കിലും ഖാദിലിയ, ഷാദിലിയ, റിഫാഇയ, ചീഷ്തിയ പോലെയുള്ള അറിയപ്പെട്ട പല തരീഖത്തുകളെയും അവർ അംഗീകരിച്ച ചരിത്രവുമുണ്ട്. ഇപ്പം നൂരിശാ തങ്ങളുടെ തരീഖത്തിന് ആദ്യകാലത്ത് സമസ്ത സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഹൈദരാബാദിലുള്ള നൂരിശാ തങ്ങളും കൂട്ടലും കേരളത്തിൽ വരികയും പലയിടത്തും ആസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പട്ടിക്കാട്ടെ ഫൈസാബാദ് അറബിക് കോളേജ്, ഫൈലാബാദാണത്. അത് യഥാർത്ഥത്തിൽ ഒരു സൂഫിസ് ആണ്. ഫൈലാൻ അത് സൂഫി സാങ്കേതിക പ്രയോഗത്തിലൊരു വാക്കാണ്. അത് നൂർഷാ തങ്ങളുടെ
സഹായം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് എന്ന് സമസ്തക്കാർക്കറിയാം. അന്ന് നൂർഷയും സമസ്തയും ഒന്നായിരുന്നു. പിന്നെ നൂർഷ കള്ളനാണെന്നും കള്ള തരീഖത്താണ് നൂർഷ തങ്ങളുടെ തരീഖത്തെന്നും സമസ്ത നേതാക്കൾ പ്രഖ്യാപിക്കുകയും അവർ തമ്മിൽ ഇടയുകയും ചെയ്തു. പക്ഷെ ഇന്നും സമസ്തയിൽപ്പെട്ട ഒരുപാട് ആളുകൾ പല തരീഖത്തുകളിലും പോയി ചേർന്നിട്ടുണ്ട്. ആലുന്തര തരീഖത്ത്, വടകര തരീഖത്ത്, അതുപോലെ തന്നെ കൂത്തുപറമ്പിനടുത്തുള്ള വെങ്ങാട് തരീഖത്ത്, ആലുവ തരീഖത്ത്, ഇതുപോലെ പല തരീഖത്തുകളും ഇപ്പോൾ സജീവമായി കേരളത്തിൽ രംഗത്തുണ്ട്. കാന്തപുരം സമസ്തയുടെ പ്രധാന നേതാവായിരുന്ന കക്കാട് ഫൈസിയും അബ്ദുൽ നാസർ മഅദനിയും ഒക്കെ പോയി ചേർന്നിട്ടുള്ള തരീഖത്ത് ഈജിപ്തിലെ ഒരു മോഡേൺ തരീഖത്തുണ്ട്, ദസൂഖിയ തരീഖത്ത്, അതിലാണ്. അതുപോലെ നേരത്തെ പൊന്മള ഇവിടെ പറഞ്ഞ പുത്തംവീട് തരീഖത്ത് നക്ശബന്ദിയാണെന്നാണ് അവർ പറയുന്നത്. നിസ്കാരം പോലും ഇല്ലാത്ത തരീഖത്ത് കൊടുവള്ളിയിലും യൂണിവേഴ്സിറ്റിക്കടുത്ത ചേലേമ്പ്രയിലുമൊക്കെ അവർക്ക് ആളുകളുണ്ട്. ഇതുപോലെ ഓരോ സ്ഥലത്തും ഓരോ പുതിയ പുതിയ തരീഖത്തുകൾ ഉടലെടുത്ത് ആളുകളെ വലയിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലാത്ത ഒരു തരീഖത്താണ് അക്ബരിയ തരീഖത്ത്. അക്ബരിയ തരീഖത്ത് ശൈഖുൽ അക്ബർ എന്ന് ഇവർ വാഴ്ത്തി പറയുന്ന മുഹയ്യദ്ദീൻ ഇബ്നു അറബിയുടെ തരീഖത്താണ്. അയാൾ പച്ച കാഫിറാണെന്ന് 40ഓളം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് 40 പണ്ഡിതന്മാരെന്നറിയോ? ഇബ്നു ഹജർ അൽ അസ്ഖലാനി അതിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദും ആയ അല്ലാമ സിറാജുദ്ദീൻ അൽ ബിൽഖീനി, ഇയാൾ കാഫിറാണെന്ന് പറഞ്ഞ ആളാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാണ്, വഖദ് കുന്തു സഅൽതു ശൈഖനാ സിറാജുദ്ദീൻ അൽ ബിൽഖീനി അൻ ഇബ്നു അറബി, ഞാൻ എൻ്റെ ഉസ്താദ് എൻ്റെ ശൈഖ് സിറാജുദ്ദീൻ ബിൽഖീനിയോട് ഇബ്നു അറബിയെ പറ്റി ചോദിച്ചു. ഫബാദറ ബിൽ ജവാബി അന്നഹു കാഫിർ, പെട്ടെന്ന് മറുപടി പറഞ്ഞു അയാൾ കാഫിറാണ്. ഫസഅൽതു അൻ ഇബ്നുൽ ഫാരിൽ, മറ്റൊരു തരീഖത്തിന്റെ ശൈഖായ ഇബ്നുൽ ഫാരിലിനെ പറ്റി ചോദിച്ചു. ഫഖാല ലാ ഉഹിബ്ബു തകല്ലുമ ഫീഹി, അവനെ പറ്റി സംസാരിക്കാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹാഫിദ് ശംസുദ്ദീൻ അൽ-ദഹബി, മുഅർരിഖുൽ ഇസ്ലാം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അല്ലാമ ഇബ്നു കസീർ, അതുപോലെ തന്നെ മുഹിബ്ബുദ്ദീൻ അൽ ഖതീബ് അൽ-ഉന്ദുലുസി അൽ-മാലിക്കി, അതുപോലെ അല്ലാമ ശംസുദ്ദീൻ മുഹമ്മദ് അൽ-ഐസറി അൽ-ശാഫിഈ, അതുപോലെ സുൽത്താനുൽ ഉലമ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം, ഇവരൊക്കെ ഈ ഇബ്നു അറബി കാഫിറാണെന്ന് വിധിച്ച ആളുകളാണ്. 40ഓളം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഷാഫി പണ്ഡിതനായ ബുർഹാനുദ്ദീനുൽ ബിഖാഇ അദ്ദേഹത്തിന്റെ തംബീഹുൽ ഗബി അലാ തക്ഫീർ ഇബ്നു അറബി, ഇബ്നു അറബി കാഫിറാണെന്ന് തെളിയിക്കാൻ എന്ന് വിവരമില്ലാത്തവരെ ഉണർത്തുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സൗദിയിലെ പണ്ഡിത സമിതി അത് മസ്റഉ തസവ്വുഫ് എന്ന പേരിൽ വിതരണം ചെയ്യുന്നുണ്ട്. അറബി അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണത്. ഈജിപ്തിലെ അൻസാർ സുന്നയുടെ പണ്ഡിതനായിരുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ വക്കീലിന്റെ അടിക്കുറിപ്പോട് കൂടി ഈ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 40ഓളം ഉലമാക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷാഫികൾ അംഗീകരിക്കുന്നവരാണ് ഈ 40 പണ്ഡിതന്മാരിൽ മിക്ക ആളുകളും. കേരളത്തിലെ ഷാഫികൾ അംഗീകരിക്കുന്നവരാ. എന്നിട്ട് പോലും ഇബ്നു അറബി കാഫിറാണെന്ന് പറയാൻ സമസ്തക്ക് ഇതുവരെ നാവ് പൊന്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, സമസ്ത ആളുകൾ പല തരീഖത്തിനെയും തള്ളി പറഞ്ഞെങ്കിലും ഇതുവരെയും അക്ബരിയ തരീഖത്തെ തള്ളി പറഞ്ഞിട്ടില്ല. പറയുന്നോ? ഇല്ല. അക്ബരിയ തരീഖത്തെ തള്ളി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അക്ബരിയ തരീഖത്തിന്റെ നേതാവായിരുന്ന KVM പന്താവൂര് സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളെന്നും അതുപോലെ മഹാനായ ഗ്രന്ഥകാരനെന്നുമൊക്കെ സമസ്തക്കാർ തന്നെ പ്രശംസിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ട് കാണും, ഫരീദ് ബാവ ഈരാറ്റുപേട്ട, അയാള് അക്ബരിയ തരീഖത്തിന്റെ ഖലീഫയായിരുന്നു. അയാൾ ഇറക്കിയിട്ടുള്ള വഹദത്ത് മാല അത് ശരിയായ അദ്വൈതമാണ് പറയുന്നത്. തരീഖത്തുകൾ മിക്കവാറും എത്തിച്ചേരുന്നത് വഹദത്തുൽ വുജൂദ് എന്ന തനിച്ച കുഫ്റിലും ശിർക്കിലുമാണ്. ശിർക്കിൽ വെച്ച് ഏറ്റവും വലിയ ശിർക്കാണ് വഹദത്തുൽ വുജൂദ്. ആ വഹദത്തുൽ വുജൂദാണ് യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ തരീഖത്തുകാരും പ്രചരിപ്പിക്കുന്നത്. ഞാനിതൊക്കെ പറഞ്ഞത് ഒരിക്കലും സലഫികളല്ല ഇവിടെ മതരംഗത്ത് വിശ്വാസരംഗത്ത് ശിർക്കും കുഫറും പടർത്തിയത്, മറിച്ച് തരീഖത്തുകാരാണ്. തരീഖത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവര് പറഞ്ഞതൊക്കെ ഫമാ ഫിൽ വുജൂദി ഇല്ലല്ലാഹ്, അങ്ങനെയാണ് ഇബ്നു അറബി പറഞ്ഞിട്ടുള്ളത്. ഈ ദുനിയാവിൽ അല്ലാഹുവല്ലാതെ മറ്റൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ.
പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ അള്ളാഹുവിൻ്റെ പ്രകടനങ്ങളാണ് എന്നാണ് ഇബ്നു അറബി ഫുതുഹാത്തുൽ മക്കിയ എന്ന കുപ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയാണ്, ഫമാ ഫിൽ വുജൂദി ഇല്ലല്ലാഹ്, ആസ്തിക ലോകത്ത് അല്ലാഹുവല്ലാതെ മറ്റൊന്നുമില്ല. വലാ യഅരിഫുല്ലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ ശരിക്കും മനസ്സിലാക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. വമിൻ ഹാദിഹിൽ ഹഖീഖതി ഖാല മൻ ഖാൽ അനല്ലാഹ് വസുബ്ഹാനി കഅബി യസീദിൽ ബിസ്താമി. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞതിന് പകരം സുബ്ഹാനി ഞാൻ എത്ര പരിശുദ്ധൻ, അനല്ലാഹ് ഞാൻ തന്നെയാകുന്നു അല്ലാഹ്. അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന ഒരു സൂഫി പറഞ്ഞതാണ്. ഇതുപോലുള്ള ആളുകളൊക്കെ ഇത് പറയാൻ കാരണം സൃഷ്ടാവും സൃഷ്ടിയും രണ്ടില്ല, എല്ലാം ഒന്നു തന്നെ, എല്ലാം അവന്റെ ദാത്തിന്റെ ചൈതന്യങ്ങളാണ് എന്ന് പറയുന്ന വാദം, തനിച്ച ശിർക്കിന്റെയും കുഫറിന്റെയും വാദം അവരിവിടെ പറഞ്ഞു. എന്ന് മാത്രല്ല, ഈ തൗഹീദ് അനുസരിച്ച് നമ്മളൊക്കെ നമ്മുടെ തൗഹീദ് ശരിയല്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന നമ്മളൊക്കെ ഉച്ചരിക്കുന്ന കലിമത്ത് തൗഹീദിന് സൂഫികൾ കൊടുക്കുന്ന അർത്ഥം സാധാരണ മുസ്ലിമീങ്ങൾ പറയുന്ന അർത്ഥമല്ല. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിൽ ലോക്കൽ അർത്ഥം ആമിയങ്ങളുടെ അർത്ഥമാണ്. നിങ്ങൾ തരീഖത്തിൽ ചേർന്നാൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ അതിന്റെ അർത്ഥം മാറും. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ലക്ഷ്യമാക്കപ്പെടുന്നവൻ ഇല്ല. കുറച്ചുകൂടി അങ്ങ് മുന്നോട്ട് പോയാൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒന്നുമില്ല, ഉള്ളതെല്ലാം അല്ലാഹുവാണ്, അതും ഇതും അവനും ഇവനും എല്ലാം അല്ലാഹുവാണ് എന്ന തനിച്ച കുഫിരിയത്തിന്റെ വാദം. ഇവരാണ് യഥാർത്ഥത്തിൽ മതരംഗത്ത് ഈ തരത്തിലുള്ള ഒരുപാട് വസ്വാസുകൾ ഉണ്ടാക്കിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുന്ന അർത്ഥം അനുസരിച്ച് മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ ശിർക്കിന്റെ ആളാണെന്നാണ് ഇവർ പറയുന്നത്. എല്ലാ മതങ്ങളും ഈ തരീഖത്തുകാരുടെ കണക്കിൽ ഒന്നാണ്. ഇത് കണ്ടോ, ഒരു സൂഫി പാടിയതാ, ഫതൗറൻ തറാനി ഫിൽ മസാജിദി റാക്കിഅ വഇന്നി തൗറൻ ഫിൽ കനായിസി റാത്തിഉ. ചിലപ്പോൾ മുസ്ലിം പള്ളികളിൽ ഞാൻ റുക്കൂ ചെയ്യുന്നവനായി നിനക്ക് കാണാം, ചിലപ്പോൾ കനീസകളിൽ ഇങ്ങനെ മേഞ്ഞിരിക്കുന്നവരെ നിനക്ക് കാണാം. കണ്ടോ, ഇദാ കുന്തു ഫീ ഹുക്മി ശരീഅത്തി ആസിയൻ ഫഇന്നി ഫീ ഇൽമിൽ ഹഖീഖത്തി തായിഉ. ശരീഅത്തിന്റെ കണക്കനുസരിച്ച് ഒരുപക്ഷെ ഞാൻ അല്ലാഹുവിനെതിരെ പ്രവർത്തിച്ചവനായിരിക്കും, പക്ഷെ ഇൽമുൽ ഹഖീഖത്ത് അനുസരിച്ച് ഞാൻ അല്ലാഹുവെ അനുസരിക്കുന്നവനാണ്. അപ്പൊ കാഫിറും മുഅ്മിനും ഒന്നാണ്, അതുപോലെ തന്നെ ഫാസിഖും മുഅ്മിനും ഒന്നാണ് എന്ന് പറയുന്ന അവസ്ഥ. ഫമൻ ഖാല ബിൽ ഇസ്ഫാഇ കാന മുശർരികൻ വമൻ ഖാല ബിൽ ഇഫ്റാദി കാന മുവഹിദ. അല്ലാഹു ഏകൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനാണ് മുശ്രിക്ക്. കണ്ടോ, രണ്ടില്ല. വമൻ ഖാല ബിൽ ഇസ്ഫാഇ, സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണ് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കായി. വമൻ ഖാല ബിൽ ഇഫ്റാദി, രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ, സൃഷ്ടാവും സൃഷ്ടിയും രണ്ടില്ലെന്ന് പറഞ്ഞാൽ അവനാണ് മുവഹിദ്. കണ്ടോ, ഈ തരത്തിലുള്ള ശിർക്കും കുഫറുമാണ് ഇവർ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ശരീഅത്തുകാരാണ് മതരംഗത്ത് കേരളത്തിൽ എന്നല്ല ലോകത്തിന്റെ നാനാഭാഗത്തും ഒരുപാട് വസ്വാസുകൾ ഉണ്ടാക്കി തീർത്തത്. അള്ളാഹുവിനെ സംബന്ധിച്ച് പൊതു മുസ്ലിം സമൂഹം വിശ്വസിക്കുന്ന വിശ്വാസമല്ല യഥാർത്ഥത്തിൽ തരീഖത്തുകാർക്കുള്ളത് എന്ന് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷിയാക്കളിൽ നിന്നും കടമെടുത്ത സൂഫിസമാണ് ഇന്നത്തെ സമസ്തക്കാരും പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ വന്നിട്ട് പഴച്ചുപോയ കക്ഷികളെ കൂട്ടത്തിൽ ഷിയാക്കളെയും റാഫിളത്തിനെയും ഒക്കെ എണ്ണി അക്കൂട്ടത്തിലേക്ക് മുജാഹിദുകളെയും സലഫികളെയും ചേർത്തി പറയുന്ന ഖുബൂരികൾ യഥാർത്ഥത്തിൽ സമസ്തയുമായിട്ടാണ് അവർക്കുള്ള ബന്ധം. ഈ അടുത്ത് ഇറാനിലെ ആയത്തുള്ള ഖുമൈനിയുടെ അടുത്ത ആള് സമസ്തയുടെ ഓഫീസ് സന്ദർശിച്ച് പത്രസമ്മേളനം നടത്തി തിരിച്ചുപോയി. അത് പത്രത്തിൽ വന്നു, ചന്ദ്രികയിൽ വന്നു. നമ്മള് ഇസ്ലാഹ് മാസികയിൽ ഇത് പ്രാധാന്യപൂർവ്വം ലേഖനമായി കൊടുത്തു എന്ന് മാത്രമല്ല, ഈ പുസ്തകം അഹ്ലുസുന്ന ബുക്സ് പുറത്തിറക്കിയ പുസ്തകം സമസ്ത ഷിയായിസം വിശ്വാസ താരതമ്യം. ഇത് നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ്. അബ്ദുൽ മാലിക് സലഫി മൊറയൂർ എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിന്റെ പുറത്ത് തന്നെ സമസ്ത ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഇറാനിലെ ആത്മീയ നേതാവ് ഖാംനായിയുടെ പ്രതിനിധി സന്ദർശിച്ച ഫോട്ടോ. എന്നിട്ട് ഇവരാ പറയുന്നത് ഞമ്മക്ക് ആ ഷിയാക്കളായിട്ട് ബന്ധം. ഇങ്ങനെയുണ്ട് പച്ച ഷിയായിസവുമായി അവർക്കുള്ള ബന്ധങ്ങൾ അത് മാത്രം വിവരിക്കാൻ നിന്നാൽ എനിക്ക് മണിക്കൂറുകൾ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്, അത് നിങ്ങൾ നോക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മതപരമായ വിഷയത്തിൽ വിശ്വാസത്തിലും ആചാരത്തിലുമൊക്കെ അടിമുടി മാറ്റം വരുത്തിക്കൊണ്ട് ഇസ്ലാമിന് സമാന്തരമായ മറ്റൊരു ദീൻ തന്നെ സമർപ്പിച്ചവരാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ.
ആ ഷിയായിസം അവരുടെ ആദർശങ്ങൾ അഹ്ലുസുന്നക്കടയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കണ്ടെത്തിയ കുറുക്കു വഴിയാണ് തരീഖത്തുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ തരീഖത്തുകളെ പ്രശംസിക്കുകയും തലോടുകയും ചെയ്യുന്നവരാണ് സമസ്തയിലെ എല്ലാ വിഭാഗം ആളുകളും. അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ വിശ്വാസരംഗത്ത് ഭിന്നിപ്പിന്റെ വിത്ത് വിതച്ചിട്ടുള്ളത്, അല്ലാതെ സലഫികളല്ല. സലഫികൾ പുതിയതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പഴയ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകണം, റസൂലും സഹാബത്തും കാണിച്ചെന്ന ഇസ്ലാം ഏതോ അതിലേക്ക് തിരിച്ചു പോകണമെന്നല്ലാതെ ഒരു പുത്തനാശയവും ഇവിടെ സലഫികൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ആർക്കും സാധിച്ചിട്ടുമില്ല. പുത്തനാശയം എന്നൊക്കെ മുസ്ലിയാക്കന്മാര് പറയുമ്പോ അവരെ ഉദ്ദേശം എന്താ? അവര് കേട്ടിട്ടില്ലാത്ത, അവരെ ഉപ്പാപ്പന്മാര് കേട്ടിട്ടില്ലാത്ത, അവരെ ഉസ്താദ് കണ്ടിട്ടില്ലാത്ത, ഉസ്താദിന്റെ ഉസ്താദ് കണ്ടിട്ടില്ലാത്ത, ഈ തലമുറയിലോ തൊട്ടടുത്ത തലമുറയിലോ പരിചയമില്ലാത്ത, നമ്മുടെ നാട്ടിലോ നമ്മുടെ നാട്ടിന്റെ പരിസരത്തോ അറിയപ്പെടാത്തത്, അതാണോ പുത്തനാശയം എന്ന് പറയുന്നത്? അല്ല. റസൂലും സഹാബത്തും ജീവിച്ചു കാണിച്ചു തന്ന ഇസ്ലാം ഏതോ ആ ഇസ്ലാമിൽ പിൽക്കാലത്ത് കടത്തിക്കൂട്ടപ്പെട്ടതെന്തോ അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇല്ലാത്തത്. നിങ്ങൾക്കറിയില്ലേ, ഇവിടെ തർക്കമുണ്ടായി, കാളി തർക്കം. ഇത് സുന്നി വോയിസ് ആണ്. SYS ജൂബിലി സോവനീർ 2004 ഇറക്കിയതാ. 19ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിമീങ്ങൾ എന്നൊരു ലേഖനുണ്ട്. 19ാം നൂറ്റാണ്ട് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടിന് മുമ്പത്തെ നൂറ്റാണ്ട്, 1800 മുതൽ 1900 വരെയുള്ള കാലത്തിനാണ് 19ാം നൂറ്റാണ്ട് എന്ന് പറയാം. അത് ആ ലേഖനം വായിച്ചു നോക്കുക, എന്തെല്ലാം തർക്കങ്ങളാണ് ഉണ്ടായത്. ഒന്ന് മാത്രം വായിച്ചാൽ കാളി പ്രശ്നം. കോഴിക്കോട്ടെ സാമുദായിക രംഗത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച പ്രശ്നമാണ് കോഴിക്കോട്ടെ കാളി പ്രശ്നം. കോഴിക്കോടൻ മുസ്ലിങ്ങളുടെ ഇടയിൽ തറവാടിത്തത്തിന്റെ പേരിൽ നിലനിന്നിരുന്ന ദുരഭിമാനങ്ങളാണ് ഈ പ്രശ്നം സങ്കീർണമാക്കിയത്. മിസ്കാൽ പള്ളി പരിസരത്ത് വെറുതെ കിടന്നിരുന്ന ഒരു കരിങ്കല്ല് പള്ളിക്കാരോട് ചോദിക്കാതെ ജുമാഅത്ത് പള്ളിക്കാർ കൊണ്ടുപോയി എന്നതാണ് പ്രശ്നം. 2 പള്ളിക്കാരമ്മിലാ തർക്കം. ഒന്ന് മിസ്കാൽ പള്ളിയും ഒന്ന് ജുമാഅത്ത് പള്ളിയും, രണ്ടും കുറ്റിച്ചിറള്ള പള്ളിയാ. 2 പള്ളിക്കാരമ്മിൽ ചോദിക്കാതെ എടുത്തു വന്ന ആരോപണം ഒരു ഭാഗത്ത്, ഒരേ കാളിയുടെ കീഴിലുള്ള പള്ളിയായതിനാൽ ചോദിക്കേണ്ടതില്ലെന്ന് മറുഭാഗം. വാശി മൂത്തപ്പോൾ മിസ്കാൽ പള്ളി ഭാഗം ജുമാഅത്ത് പള്ളിക്കാർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കുന്നു. ഒരു കല്ല് കൊണ്ടോയിന്. ഫത്വകളുടെ പ്രവാഹം വേറെ. ജുമാഅത്ത് പള്ളിക്കാർ ചെയ്ത് ശരിയാണെന്ന് മക്കയിൽ നിന്ന് ഫത്വ. അവസാനം കരിങ്കല്ലിനെ വെറുതെ വിട്ടു. കല്ല് ജുമാഅത്ത് പള്ളി സ്ഥലത്ത് വിശ്രമിച്ചു. മുസ്ലിം തറവാടുകൾ 2 പക്ഷമായി. കാളി കുഞ്ഞു വൈദ്യൻകുട്ടി നിഷ്പക്ഷത പാലിച്ചു. അങ്ങനെ ഇരിക്കെ മിസ്കാൽ പള്ളി പക്ഷക്കാർ കാമക്കാന്റെ അകത്ത് മമ്മിഞ്ഞിയുടെ നേതൃത്വത്തിൽ കൈമുട്ടിപ്പാട്ട് പരിശീലനം തുടങ്ങി. കല്യാണങ്ങളിൽ കൈമുട്ടിപ്പാടുന്നത് ഹരമായി. ജുമാഅത്ത് പള്ളിക്കാർ അപ്പോൾ കൈകൊട്ടിനെതിരെ ഫത്വകളുമായി വന്നു. അവർ കൈ മുട്ടാതെ തന്നെ പാടി. ഇങ്ങനെ കൈ മുട്ടുന്ന തറവാട്ടുകാരും മുട്ടാത്ത തറവാട്ടുകാരുമായി ജനം ഭാഗം പിരിഞ്ഞു. ഇനി കേട്ടോ, 1849 കാളി മരിച്ചപ്പോൾ തന്റെ 2ാം ഭാര്യയിലുള്ള കിൽസിന്റെ അകത്ത് ഹജ്ജ് കോയെ കാളിയാക്കി. ആലിക്കോയ പ്രാർത്ഥന അല്ലാത്തത് കൊണ്ടായിരുന്നു ഇത്. 1849. അപ്പൊ 1800കളിൽ ഇവിടെ വമ്പിച്ച പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടൻ മുസ്ലിമീങ്ങളുടെ ചരിത്രം എഴുതിയ P. മുഹമ്മദ് കോയ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അൽ ഇസ്ലാഹ് മാസികയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബഷീർ സലഫി പൂളപ്പോയിൽ എഴുതുന്ന ലേഖനം വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു.